नमाम्यहम् सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्तതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് 7-ാം അധികാരത്തിലെ 9-ാമത്തെ പദ്യം മുതലാണ്. ഊമൈ മണി ആട്ടുകിനും ഓശയൊഴിന്താർ പോലെ ആം അത് പോനിർക്ക അരിത് കാൺ ആമായി വളർന്ന വശത്തെയെല്ലാം മാള മരക്കാലാൽ അളന്തറിந்து പോട്ടത് പോൽ ആം. ഊമൈ മണി ആട്ടുകിനും ഓശയൊഴിന്താർ പോൽ. ഊമയായ മണി, ഒരു മണിയില് സാധാരണ അമ്പലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന, അത് കൈകൊണ്ട് അടിക്കുന്ന ആണെങ്കിലും തൂക്കിയിട്ടിരിക്കുന്ന മണിയാണെങ്കിലും, മണിയടി പ്രത്യേകിച്ച് എല്ലാവരും ഇഷ്ടമുള്ള കാര്യമാണ്. മണിയടിക്കുക. ആ മണി ശബ്ദം പുറപ്പെടുവിക്കുന്നത് അതിൻ്റെ നടുക്കുള്ള ഒരു ചെറിയ ലോഹകഷ്ണമുണ്ട്. അതിനെ മണിയുടെ നാക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. മണിയുടെ നാക്ക്. ആ നാക്കില്ലാതെ ഈ മണി എത്ര നമ്മൾ അടിച്ചാലും ഉള്ളിൽ നിന്ന് ശബ്ദം പുറത്തു വരില്ല. ശബ്ദം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം തമ്മിൽ കൂട്ടിയിടിക്കണമല്ലോ, തമ്മിൽ സ്പർശിക്കാതെ. ഇപ്പോൾ 2 കൈ ചേർത്തടിച്ചാലാണ് ശബ്ദം കേൾക്കുക. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ സംഘടനം കൊണ്ട് ആണ് ശബ്ദം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒന്ന് തന്നെ വൈബ്രേറ്റ് ചെയ്താലും മതി, സ്പന്ദിച്ചാലും ശബ്ദമുണ്ടാകും. പൊതുവേ 2 വസ്തുക്കൾ കൂട്ടിയിടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ഊമൈ മണി ആട്ടുകിനും, നാക്കില്ലാത്ത മണിയെ നാം കൈകൊണ്ട് ആട്ടിയാലും എത്ര ചലിപ്പിച്ചാലും ആ മണിയിൽ നിന്ന് നാദം പുറത്തു വരില്ല. ആട്ടുകിനും ഓശയൊഴിന്താർ പോലെ, ഓശയെന്ന് തമിഴിൽ പറഞ്ഞാൽ ശബ്ദം, ആ ശബ്ദം അതിൽ നിന്ന് പുറത്തു വരില്ല. ശബ്ദം വരാത്തതുപോലെ ആം ആണ്. താൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ നാക്കില്ലാത്ത മണിയെ എത്ര അടിച്ചാലും അതിൽ നിന്ന് ശബ്ദം വരാത്തതുപോലെ എന്ന്. ഏറ്റവും പാകത വന്ന സാധകൻ, തീവ്ര വിരക്തിയുള്ള സാധകനെയാണ് ഈ നാക്കില്ലാത്ത മണി എന്ന് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന പല സാഹചര്യങ്ങളും ദിവസേന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, പരിഭ്രമിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, ആകർഷിക്കുന്ന, മോഹിപ്പിക്കുന്ന പലതും നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി എന്ന് വരാം. അതുകൊണ്ടൊന്നും ബാധിക്കപ്പെടാതെ ഇരിക്കണമെങ്കിൽ അത്ര കണ്ട് വിരക്തി ഉള്ളിലുണ്ടാകും. നമ്മൾ വായിക്കുന്ന ആ അധ്യായത്തിന്റെ പേര് തുറവ് എന്നാണ്. തുറവ് എന്ന് പറഞ്ഞാൽ സന്യാസം. ആ സന്യാസം, നിസ്സംഗത ഉള്ളില് സമൃദ്ധമായിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ച വിഷയങ്ങൾ നമ്മെ ഒരു തരത്തിലും ബാധിക്കില്ല. ഊമൈ മണി ആട്ടുകിനും ഓശയൊഴിന്താർ പോലെ ആം അത് പോനിർക്ക വരിത്, അതുപോലെ നിൽക്കാൻ പ്രയാസമാണ്. നാക്കില്ലാത്ത മണി പോലെ, ശബ്ദമില്ലാത്ത മണി പോലെ എന്ന് പറഞ്ഞാൽ മനസ്സ് അസ്വസ്ഥമാകാതെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അരിത്, വെരി റയർ, അപൂർവമാണ്. ഇല്ല എന്ന് തന്നെ പറയാം. വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ബാധയും ഏൽക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റൂ. മറ്റുള്ളവരൊക്കെ ഇതിനകത്ത് പെട്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവർ പ്രപഞ്ചത്തിലെ സുഖദുഃഖങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടാതെ, ദുഃഖം മാത്രമല്ല സുഖം കൊണ്ടും ബാധിക്കപ്പെടരുത്. മനുഷ്യന്റെ മനസ്സ് സുഖത്തിലും ദുഃഖത്തിലും ചലിക്കും. സുഖത്തില് അത് വേലിയേറ്റം പോലെ ഇങ്ങനെ ഉയരും, ദുഃഖത്തിൽ വേലിയിറക്കം പോലെ താഴുകയും ചെയ്യും. നമുക്ക് വേണ്ടത് മനസ്സിന്റെ നിശ്ചലതയാണ്, സമസ്ഥിതിയാണ്, സമത്വം. ആ സമത്വ യോഗത്തെയാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഉടനീളം വിവരിക്കുന്നത്. ഓരോ അധ്യായത്തിനും ഓരോ യോഗം എന്ന് പറഞ്ഞ് പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, അർജുന വിഷാദയോഗം മുതൽ അവസാനം മോക്ഷ സന്യാസ യോഗം, അങ്ങനെ പല യോഗവും പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ
ഒരു സംഗീത കച്ചേരിയിൽ ശ്രുതി എന്ന പോലെ ഉടനീളം തുടർന്ന് നിൽക്കുന്നത് മനസ്സിന്റെ സമനില എന്നുള്ള യോഗമാണ്. സമത്വം യോഗ ഉച്യതേ, അത് ശ്രീകൃഷ്ണന്റെ നിർവചനമാണ് യോഗത്തെക്കുറിച്ച്. മനസ്സ് ഒരു തരത്തിലും ചലിക്കാതെ എപ്പോഴും ശാന്തമായി സമസ്ഥിതിയിൽ നിൽക്കുന്നതാണ് യഥാർത്ഥ യോഗം. മറ്റുള്ളവയൊക്കെ ആ യോഗം നേടിത്തരാൻ വേണ്ടി നാം അനുഷ്ഠിക്കുന്നതാണ്. നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ഈ ബ്രഹ്മം നിർദോഷവും സമവുമാണ്. സമം എന്ന് പറഞ്ഞാൽ സ്പന്ദനരഹിതം, നിശ്ചലം, അനക്കമില്ലാത്തത്, യാതൊരു ദോഷമോ കളങ്കമോ ഒന്നും ഏശാത്തത്. അതാണ് ബ്രഹ്മസ്വരൂപം. അപ്പോ ഈ നിശ്ചലവും നിഷ്കളങ്കവുമായ മനസ്സിന്റെ ഉടമകളായ ജ്ഞാനികൾ ബ്രഹ്മത്തിൽ നിൽക്കുന്നു എന്നാണ്. തസ്മാ ബ്രഹ്മണി തേ സ്ഥിതാഃ. ബ്രഹ്മത്തിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ സ്വഭാവത്തെ നമ്മുടെ മനസ്സിനെ ഉണ്ടാക്കി തീർക്കും. മനസ്സ് ബ്രഹ്മമായി മാറുന്നു. ഈ മനസ്സിനെ വെച്ചുകൊണ്ട് ബ്രഹ്മത്തിലോട്ട് എടുത്ത് ചാടാനല്ല പറയുന്നത്. ഇപ്പൊ ഇരിക്കുന്ന മനസ്സിലെ ചാഞ്ചല്യങ്ങളൊക്കെ ഇല്ലാതെയായാൽ ആ മനസ്സ് ബ്രഹ്മമായി മാറും. അങ്ങനെ മാറ്റിയെടുക്കാൻ സമനില ജീവിതത്തിലുടനീളം നാം ശീലിക്കണം. അപ്പൊ ആ സമത്വത്തെയാണ് കൃഷ്ണൻ യോഗം എന്ന് പറയുന്നത്. ഈ സമനിലയിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്, പ്രയാസമാണ്, ദുർലഭമാണ്. അതുപോലിർക്ക വരിത് കാൺ ആമായി വളർന്ന അസത്തയെല്ലാം, അതാണ് ആമായി വളർന്ന വശത്തയെല്ലാം. അസത്ത്, അതിനെയാണ് അശത്ത് എന്ന് പറയുന്നത്. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാത്തത്, വെറും ഭ്രമം, ദൃശ്യഭ്രമം. ആ ഭ്രമത്തെ അതെന്ത് ചെയ്യുന്നു? ആ ഭ്രമം ആയി വളർന്ന ഉണ്ടായി പലകാലം ശീലിച്ച് വളർത്തിയെടുത്തതാണ് നമ്മുടെ ഉള്ളിലെ അസദ്ഭാവങ്ങളെല്ലാം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിൽ എന്തെങ്കിലും പോരായ്മയോ കുറവോ ദോഷമോ ദുർഗുണമോ ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാൻ മാത്രം. ലോകത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം, അതൊക്കെ ചുമ്മാ തടി തപ്പാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുകയാണ്. സാഹചര്യങ്ങൾ എന്ത് സമ്മർദ്ദമാണ് നമ്മളിൽ ഏൽപ്പിക്കുന്നത്? നമ്മുടെ ബുദ്ധി എന്തുകൊണ്ട് പ്രയോഗിച്ചില്ല? വിവേകം എന്തുകൊണ്ട് അവിടെ ഉപയോഗിച്ചില്ല? എന്നിട്ട് സാഹചര്യത്തെയും വ്യക്തികളെയും കുറ്റം പറയുകയാണ്. അതൊന്നും ശരിയായ ഏർപ്പാടല്ല. ആമായി വളർന്ന ഉണ്ടായി പലകാലം നാം അതിനെ ശീലിച്ച് വളർത്തിയെടുത്തതാണ് അസത്തായ വാസനകളെല്ലാം തന്നെ. ഈ വാസനകളാണ് ജീവന്റെ ജീവഭാവത്തെ നശിക്കാതെ നിലനിർത്തുന്നത്. ടെൻഡൻസീസ്. എന്താണ് ഈ വാസന? ചില ദുഷ്പ്രവണതകൾ. പലകാലം ശീലിച്ചത് കൊണ്ട്, മുൻപിന്നെ ആലോചിക്കാതെ പലകാലം അഭ്യസിച്ചത് കൊണ്ട് ചിലതൊക്കെ നമ്മുടെ അഡിക്ഷനായി മാറുന്നു. അഡിക്ഷൻ, ടെൻഡൻസി. അഡിക്ഷന്റെ സ്വഭാവം എന്താ? എന്തെങ്കിലും ഒരു കാര്യം കുറെ കാലം ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ആ ചാനലിലൂടെ ഒഴുകിത്തുടങ്ങും. അതിൽ നിന്ന് അപ്പുറം ഇപ്പുറം നമുക്ക് ചലിക്കാൻ പറ്റില്ല. ചലിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. അപ്പൊ മനസ്സിലാക്കാം, നാം വാസനകളുടെ അടിമയായി. ദുർവാസനകളെ സദ്വാസന കൊണ്ടാണ് നീക്കം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ദുർവാസനകളെ സദ്വാസന കൊണ്ട് നീക്കം ചെയ്യുമ്പോൾ ഈ സദ്വാസന വാസനയായിട്ട് ഉള്ളിലിരിക്കും. അതും പോണം. അതിനെന്താ? അതിനാണ് നിസ്സംഗത, സന്യാസം, അല്ലെങ്കിൽ തത്വബോധം. ശരിയായ അറിവ് കൊണ്ട് മാത്രമേ സദ്വാസനകൾ ഇല്ലാതെയാവും. അല്ലെങ്കിൽ ദുർവാസനകളെ നീക്കിയിട്ട് സദ്വാസന ഉള്ളിൽ അവശേഷിക്കും. അതും പുനർജന്മത്തിന് കാരണമാകും. നമുക്ക് വേണ്ടത് സമ്പൂർണമായ വാസനാ നാശമാണ്. നല്ല വാസന ഇരുന്നോട്ടെ, അതുകൊണ്ട് എന്താ ദോഷം? നല്ല വാസന ബാക്കി നിന്നാലും ജനിക്കേണ്ടി വരും. അത് തന്നെയാണ് ദോഷം. ജനിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം സ്വീകരിക്കുക. ശരീരം സ്വീകരിക്കാൻ ഏതെങ്കിലും ഗർഭപാത്രത്തിൽ കിടക്കേണ്ടി വരും. അതത്ര സുഖമുള്ള ഏർപ്പാടല്ല. ആ ഗർഭത്തിനകത്ത് പ്രവേശിച്ച് അവിടെ ഇരുന്ന് വളർന്നതിന് ശേഷമാണ് പ്രസവത്തിലൂടെ പുറത്തു വരികയും മറ്റ് അനുഭവങ്ങളെ നാം അനുഭവിക്കുകയും ചെയ്യുന്നത്. നമുക്കിനി ഗർഭവാസം തന്നെ വേണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ കഴിയണം. വേണ്ട, മതി, ഇനി ഞാൻ ഒരു ഗർഭത്തിലും പ്രവേശിക്കില്ല. അതിനെന്ത് വേണം? വാസനകൾ നശിക്കണം. ഒരു തരത്തിലുള്ള വാസനകളും ഉള്ളിൽ അവശേഷിക്കരുത്. അപ്പൊ നമ്മൾ സ്വയം വളർത്തിയെടുത്ത വാസനകളൊക്കെ അസത്താണ്. അസത്തെയെല്ലാം, ആ അസത്വാസനകളെല്ലാം
സദ്വാസനകളെയും അതും കൂടെ ഉൾപ്പെടുത്തിക്കൊള്ളണം അതിനകത്ത്. ഏറ്റവും മോശമായതിനെ പറയുന്നു, അതിനെ മാറ്റാൻ നാം അംഗീകരിക്കുന്ന നല്ല വാസനകൾ അവയെയും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക തന്നെ വേണം. അസത്തെയെല്ലാം മാള മരക്കാലാൽ അളന്തെറിந்து പോട്ടതുപോലാം. വാസനകളെ മനുഷ്യൻ എങ്ങനെയാ ഇല്ലാതാക്കുന്നത്? 2 മാർഗമാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. വാസനാനാശത്തിന് നമ്മെ സഹായിക്കുന്ന 2 മാർഗങ്ങൾ. ഒന്ന് തത്വബോധം അല്ലെങ്കിൽ തത്വവിചാരം. അതിലെന്തൊക്കെ പെടും? പ്രപഞ്ചം മിഥ്യയാണ് എന്നും ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നും ഈ 2 അംശങ്ങളെ ജീവിതത്തിൽ തുടർച്ചയായി അനുസ്യൂതം അനവരതം നമ്മൾ ശീലിക്കുന്നതാണ് തത്വവിചാരം എന്ന് പറയുന്നത്. ആ തത്വവിചാരത്തിലൂടെ കുറെ വാസനാനാശം സംഭവിക്കും, വാസനകൾ ക്ഷയിക്കും. ഈ തത്വവിചാരം കൊണ്ട് മാത്രം പൂർണ്ണമായ വാസനാനാശം സംഭവിക്കുമോ? ഇല്ല. ഈ പ്രാരബ്ധമുണ്ടല്ലോ, ഈ ശരീരത്തിന് കാരണമായ വാസനകൾ, അത് തത്വവിചാരത്തിലൂടെ നഷ്ടമാവില്ല. അത് അനുഭവിച്ച് തന്നെ തീർക്കും. അതിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ കുറെ വാസനകളെ തത്വവിചാരത്തിൽ ദഹിപ്പിച്ചും കുറെ വാസനകളെ അനുഭവിച്ച് കർമ്മത്തിലൂടെ ചെയ്തു തീർക്കുകയോ അനുഭവിച്ചു തീർക്കുകയോ അങ്ങനെ ചെയ്താൽ മാത്രമേ കുറെ വാസനകൾ ഇല്ലാതെയാവൂ. അപ്പൊ ആ വാസനകളെ കൊല്ലാനായി സാധാരണക്കാര് എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അസത്തെയെല്ലാം മാണ്ടുപോവുക എന്ന് പറഞ്ഞാൽ മരിക്കുക. അതിനെയൊക്കെ ഇല്ലാതാക്കാനായി മരക്കാലാൽ അളന്തെറിந்து പോട്ടതുപോലാം. മരക്കാൽ എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുള്ള കാലല്ല, മരം കൊണ്ടുള്ള ഒരു പാത്രം, ധാന്യങ്ങൾ അളക്കാനുള്ള ഒരു പാത്രം. നമുക്ക് മരം കൊണ്ടുള്ള ഒരു ഇടങ്ങഴിയെന്നോ നാഴിയെന്നോ പറയെന്നോ എന്തെങ്കിലും ഒരു ധാന്യം അളന്ന് കൊടുക്കാനുള്ള ഒരു പാത്രമാണ് മരനാഴി എന്ന് വിചാരിച്ചോളൂ. അതിനെയാണ് മരക്കാൽ എന്ന് പറയുന്നത്. മരക്കാലാൽ അളന്ന് എറിந்து പോട്ടതുപോലാം എന്ന് പറഞ്ഞാൽ എന്താ? മരനാഴി കൊണ്ട് ധാന്യങ്ങളെ എടുത്ത് അളന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കടയിൽ ചെന്ന് അരിയോ ഗോതമ്പോ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അവരുടെ പാത്രത്തിൽ അതിൻ്റെ ആ ധാന്യം എടുത്ത് അത് അളന്നോ അല്ലെങ്കിൽ തൂക്കിയോ അതിൻ്റെ വെയിറ്റും വിലയും ഒക്കെ നിശ്ചയിച്ച ശേഷം അത് നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന സഞ്ചിയിലോ പാത്രത്തിലോ മാറ്റുകയാണല്ലോ ചെയ്യുന്നത്. ഇതുപോലെ എന്താ, ആ പാത്രത്തെ ആ കടക്കാരൻ വീണ്ടും വീണ്ടും നിറയ്ക്കുന്നു, വീണ്ടും വീണ്ടും ഒഴിക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സൈഡിൽ നിന്ന് നമ്മൾ വാസനാനാശം ശീലിച്ചുകൊണ്ട് വരുന്നു, വേറൊരു സൈഡിൽ നിന്ന് വാസനകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് എന്ന് അളന്ന് തീരും? പൈപ്പ് തുറന്നു വെച്ചിട്ട് അതിൻ്റെ താഴെ ഒരു ഓട്ട ബക്കറ്റ്, ദ്വാരമുള്ള ഒരു ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിൽ നിന്ന് വെള്ളം വീഴും, നിറഞ്ഞുകൊണ്ടിരിക്കും, അടിയിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്നാണ് ആ ബക്കറ്റ് നിറയുക? നമുക്കിവിടെ വേണ്ടത് നിറയ്ക്കലല്ല, ഒഴിപ്പിക്കലാണ്, ഇല്ലാതാക്കുകയാണ് വേണ്ടത് വാസനകളെ. അപ്പോ സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നത്? സാധാരണ ആൾക്കാർ എന്ന് പറഞ്ഞാൽ തികഞ്ഞ അജ്ഞാനികൾ, ലൗകികന്മാർ എന്നല്ല, അല്പം വിവേകമുള്ളവർ, അങ്ങേറ്റത്തെ അജ്ഞാനികൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ ജഗത്തിന്റെ മിഥ്യാത്വത്തെ അളന്ന് അറിഞ്ഞ് ദൂരെ എറിയണം. അതായത് പ്രപഞ്ചത്തിൽ ഓരോന്നിനും ഞാൻ എൻ്റെ മനസ്സിൽ എത്ര കണ്ട് സ്ഥാനം നൽകണം, ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഓരോ വ്യക്തിക്കും ഉണ്ടാവണം. മറ്റുള്ളവരുടെ പരിഗണന അത് നമുക്ക് പ്രശ്നമല്ല. ഞാൻ എന്തിനെയാണ് എൻ്റെ ജീവിതത്തിൽ പരമമായി വിലമതിക്കുന്നത്, എന്തിനാണ് എൻ്റെ ജീവിതം, എൻ്റെ ജീവിത ലക്ഷ്യം എന്താവണം, അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാവണം. മറ്റുള്ളവര് പ്രപഞ്ച വസ്തുക്കൾക്കും പ്രാപഞ്ചിക സുഖഭോഗങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. ഞാൻ അതുപോലെ വേണമോ അല്ലെങ്കിൽ വേറിട്ട് ചിന്തിക്കണോ? ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഓരോ വസ്തുവിനും നമ്മുടേതായ ഒരു വില, ഒരു മൂല്യം നിർണയിക്കണം. അങ്ങനെ നിർണയിക്കുമ്പോൾ ഈ പ്രപഞ്ചം നിസ്സാരമാണ് എന്ന് വിവേകിയായ ഒരാൾക്ക് തോന്നും. അയാൾ പ്രപഞ്ചത്തെ തള്ളിക്കളയും. മഹത്വം ശാശ്വതവുമായ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അയാളുടെ പിന്നെയുള്ള അന്വേഷണം. അങ്ങനെ ഒന്നുണ്ട് എന്നാണ് ഉപനിഷത്തുക്കൾ ഉദ്ഘോഷിക്കുന്നത്. അതാണ് ബ്രഹ്മം. അതിനെ സാക്ഷാത്കരിച്ചാൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് ആ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതാണ് എൻ്റെ ജീവിതധർമ്മം അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം എന്ന് തീരുമാനിച്ച് ആ മാർഗത്തിൽ ഇറങ്ങുന്നവനെ ആത്മസാക്ഷാത്കാരം
അംഗീകാരം ലഭിക്കൂ. എല്ലാവരും ഓടി, ഞാനും ഓടി. ഇത് കൂട്ടയോട്ടമല്ല. നമ്മളൊരു കൂട്ടയോട്ടം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എന്തുണ്ടെങ്കിലും കുറേ പേര് ഒരു ബാനറും ഒക്കെ വെച്ചോണ്ട്, ചെറുപ്പക്കാരും വയസ്സന്മാരും എല്ലാം, വയസ്സന്മാരെ ഒരു 4 അടി എടുത്ത് വെച്ചിട്ട് അവരപ്പുറത്തോട്ട് മാറി നിൽക്കും. പിന്നെ അവസാനം ഈ ബാനറും കൊണ്ട് ശരിക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ചിലപ്പോൾ അതുവരെ ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. കുറേ ദൂരം പോയിട്ട് ഈ ബാനർ അപ്പുറത്തോട്ട് മാറ്റിയിട്ടിട്ട് അപ്പുറത്തോട്ടൊക്കെ ഇറങ്ങി വരും. ഈ അധ്യാത്മ മാർഗത്തിൽ കൂട്ടം, സമൂഹം, സെറ്റ്, ഗ്രൂപ്പ്, ഇതിനൊന്നും ഒരർത്ഥവുമില്ല. ഇവിടെ ഓരോ വ്യക്തിയും ഒറ്റയ്ക്കാണ്. ആരുമില്ല നമ്മുടെ കൂടെ. ഇനി അഥവാ ഉണ്ടെങ്കിൽ ഈ സർവേശ്വരൻ മാത്രം. അദ്ദേഹം സർവ്വവ്യാപി ആയതുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. അദ്ദേഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഈ ജീവന്റെ പ്രയാണത്തിൽ ജീവൻ ഏകാകിയാണ്, വേറെ ആരും ഒപ്പമില്ല. ഉള്ളിലേക്കുള്ള യാത്രയാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. പുറത്താണെങ്കിൽ ഒരാളെ കൂട്ടുപിടിക്കാം, അയാളുടെ ടിക്കറ്റും കൂടെ ഞാൻ എടുത്തേക്കാം, താൻ എൻ്റെ കൂടെ വന്നാൽ മതി, തൻ്റെ പോക്ക് വരവിനുള്ള ചെലവും ഫുഡും അക്കോമഡേഷനും എല്ലാം ഞാൻ എടുത്തേക്കാം. അവനവന്റെ ഉള്ളിലേക്ക് മുങ്ങുന്ന കാര്യത്തിൽ ഓരോ വ്യക്തിക്കും അവൻ മാത്രമേ ഉള്ളൂ തുണ. വേറെ ആര് കൂടെ വരും? സ്വന്തം ബന്ധുക്കൾ പോലും വരില്ല, കുട്ടികൾ വരില്ല, ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ അയൽപക്കക്കാരനോ സുഹൃത്തോ ആരും വരില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. ഈ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതൊരു വലിയ അറിവാണ്. നമ്മൾ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്, ഏകാന്തത ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുമാണ്. ഏകാന്തത ഇഷ്ടപ്പെടണം. ഒറ്റയ്ക്കിരിക്കലും നമുക്ക് അഭികാമ്യമായി തോന്നണം. എന്തുകൊണ്ട്? നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ്. തനിയെ ഇരിപ്പതിനെ തരമായി വരൂ എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. ആദ്യം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ, അമ്മ, മറ്റു ബന്ധങ്ങൾ. പിന്നെ കുറച്ചുകൂടെ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭാര്യ, കുട്ടികൾ. കുറച്ചും കൂടെ പ്രായമായി ഒരു വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ പാട് നോക്കിക്കൊണ്ടു പോകും. പിന്നെ ഞാനും നീയും ഞാനും, അവരുടെ ദമ്പതിമാര് മാത്രമാകും. അതിലൊരാൾ പോയാൽ ഒറ്റയ്ക്കല്ലേ, ഈ പോകുന്നയാളും ഒറ്റയ്ക്കല്ലേ, ബാക്കി വരുന്നയാളും ഒറ്റയ്ക്കല്ലേ. ഈ രണ്ടില് ഒന്ന് പോയാൽ 2 ഒറ്റയ്ക്കായില്ലേ. ഇനി എന്തിനാ കൂട്ടുപിടിക്കുന്നത്? എന്നാൽ ഏതിനെയാണോ കൂട്ടുപിടിക്കേണ്ടത് അതിനെ കൂട്ടുപിടിക്കുന്നില്ല. ഇതാണ് മൂഢത എന്ന് പറയുന്നത്. ഈശ്വരനെ കൂട്ടുപിടിക്കുന്നതിന് പകരം പുറമേയുള്ള നശ്വരങ്ങളായ വ്യക്തികളെയോ വസ്തുക്കളെയോ ആണ് നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ജീവിതയാത്ര മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നത്. ഇതിൽ പരം അജ്ഞത വേറെയില്ല. അപ്പോൾ ഈ സാധാരണ ജ്ഞാനിയല്ല, ഒരല്പം പാകതയുള്ളവർ ജഗത്തിന്റെ മിഥ്യാത്വത്തെ, ഈ പ്രപഞ്ചം നശ്വരമാണ്, മിഥ്യയാണ് എന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ച് ഈ പ്രപഞ്ച ഭാവത്തെ ഉള്ളിൽ നിന്ന് കളയുന്നു. അതാണ് അളന്ന് കളയുക എന്ന് പറയുന്നത്. അളന്ന് അറിഞ്ഞ് കളയുക. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ അറിഞ്ഞ് അളന്ന് കളയുക. ഓരോന്നിനും മാർക്കിട്ട് ഇതല്പമാണ്, നിസ്സാരമാണ്, ഇതുകൊണ്ട് എൻ്റെ ജീവിതം ധന്യമാവില്ല എന്ന് മനസ്സിലാക്കി ഇവയൊക്കെ ഉള്ളിൽ നിന്ന് കളയണം. പുറത്ത് കളയാൻ എളുപ്പമാണ്, ഉള്ളിൽ നിന്ന് കളയാനാണ് പ്രയാസം. പുറത്ത് കളയേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം പുറത്തുള്ളത് അല്ലാതെ തന്നെ നഷ്ടമാവും, നമ്മൾ കളഞ്ഞിട്ട് വേണ്ട. പക്ഷെ പുറമേ അത് നഷ്ടപ്പെട്ടാലും അതിനെക്കുറിച്ചുള്ള സ്മരണ, വാസന, അതിലുള്ള മോഹം, സംഘം ഉള്ളിൽ ബാക്കിയുണ്ടാവും. അതിനെ എന്ത് ചെയ്യും? ഇതാണ് ചോദ്യം. അപ്പൊ അതിന് തത്വബോധം എന്ന് പറഞ്ഞാൽ 2 അംശമാണ്. പ്രപഞ്ചം, ബാഹ്യപ്രപഞ്ചം, പുറത്തുള്ളവ, ബന്ധുക്കൾ, വസ്തുക്കൾ, സ്വത്ത്, അതെല്ലാം മിഥ്യയാണെന്നറിഞ്ഞ് സത്യമായ വസ്തു ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് അതിനെ ഉള്ളുകൊണ്ട് ബുദ്ധിയിൽ സ്വീകരിക്കുക. അപ്പൊ മിഥ്യാത്വത്തെ അളന്ന് അറിഞ്ഞ് ദൂരെ എറിയണം. മാള മരക്കാലാൽ അളന്തെറിந்து പോട്ടതുപോലാം. ഈ അളന്ന് കളയുമ്പോഴേ അവിടെയും നേരത്തെ പറഞ്ഞ കുഴപ്പം സംഭവിക്കാം. എന്താണ്? അല്പം വിവേകവും വൈരാഗ്യവും ഒക്കെ ഉണ്ട് നമുക്ക്. അഹങ്കാരമൊന്നും നശിച്ചിട്ടില്ല, ഞാനൊരു വ്യക്തിയാണ്, പലതും അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ ബാക്കിയുണ്ട്. എന്നാലും കുറേയൊക്കെ വിചാരം ചെയ്ത് ഇതിൻ്റെ നശ്വരതയൊക്കെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ അഹങ്കാരവും ഭേദചിന്തയും കൂടെ പൊന്തും. അഹങ്കാരം ഉള്ളിടത്താണ് ഭേദചിന്ത കടന്നു വരുന്നത്. ഞാൻ ആരാണ്? താൻ ഒരു വ്യക്തി പോയില്ലേ? ബ്രഹ്മമാണെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പൊ ഈ അഹങ്കാരം ബാക്കി നിൽക്കുന്നിടത്തോളം ഭേദചിന്തകളും
കൂടെ കൂടെ ഉള്ളില് ഉദിക്കും അസ്തമിക്കും. ഉദിക്കുമ്പോൾ അത് തനിയെ അസ്തമിക്കില്ല, അതിനെ അളന്ന് പുറത്ത് കളയണം. അതിനെ വിശകലനം ചെയ്ത് മൂല്യനിർണയം ചെയ്ത് അതിൻ്റെ നിസ്സാരത മനസ്സിലാക്കി അതിനെ പുറത്ത് കളയണം. അങ്ങനെ ഈ ചിന്തകളൊക്കെ പൊന്തുമെങ്കിലും അപ്പൊ നമുക്ക് ആരാ കൂട്ട്? ഈ അളന്ന് പുറത്ത് കളയുന്ന കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഒരു കൂട്ട് വേണമല്ലോ. ഞാൻ ആരുടെ സഹായത്തിനാണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഭഗവാനെ പിടിച്ചോളൂ എന്നാണ്. അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. നമുക്ക് ആകെപ്പാടെയുള്ള ഒരു അത്താണി ഈ ജഗതീശ്വരൻ മാത്രമാണ്. പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനമായ ആ സത്യം നമ്മുടെയും സഹായത്തിനെത്തില്ലേ? തീർച്ചയായും എത്തും, സംശയിക്കുകയേ വേണ്ട. ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് അല്പം പോലും സംശയം വേണ്ട. പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന സത്യമാണ്. അത് അല്പനായ ഈ വ്യക്തിക്ക് തുണയായി വരില്ലേ? വരും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവില്ല ആ സഹായം കിട്ടുന്നത്. നമ്മളെന്താ സഹായം? സമ്പത്ത്, പ്രശസ്തി, മകൾക്ക് കല്യാണം, മകന് ജോലി, ഇതൊക്കെയാണ് ഈശ്വരനിൽ നിന്ന് കിട്ടുന്ന സഹായം എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതൊന്നുമല്ല. ശരിക്കുള്ള സഹായം എന്താണെന്ന് നമ്മക്കാളും ഈശ്വരന് നല്ലതുപോലെ അറിയാം. ആ സഹായം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ അദ്ദേഹം എത്തിക്കും. അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കുകയും ചെയ്യും. കണ്ണ് തുറക്കണം, കണ്ണ് തുറക്കണം. മനുഷ്യന് ആപത്തും ദുഃഖവും എത്ര കണ്ട് കണ്ണ് തുറപ്പിക്കുന്നുവോ അതുപോലെ സമ്പത്തും സുഖവും മനുഷ്യന്റെ കണ്ണ് തുറപ്പിക്കില്ല. നമ്മൾ മോഹിച്ചു പോകും ഈ സമ്പത്തിലും സുഖത്തിലും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തട്ട് കിട്ടുന്നത് നല്ലതാണ്. അത് പല രീതിയിലാവാം. വിയോഗം കൊണ്ടാവാം, ധനനഷ്ടം കൊണ്ടാവാം, മാനഹാനി കൊണ്ടാകാം, രോഗം കൊണ്ടാവാം, പലതരത്തിലും വരാം. ഒക്കെ ഓരോ ആഘാതമാണ്, ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ഷോക്ക് അടിച്ചതുപോലെ സ്തബ്ധനായി പോകും. പക്ഷേ അത് നമുക്ക് നന്മയുണ്ടാക്കും. നമ്മുടെ അധ്യാത്മ ജീവിതത്തിൽ അത് വളരെയേറെ സഹായകമായി തീരും. അതുകൊണ്ട് ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കേണ്ടത്? കുന്തി ദേവി പ്രാർത്ഥിച്ചതുപോലെ വിപദ സന്തുന ശശ്വത്. കൃഷ്ണ, ഒരൊറ്റ അനുഗ്രഹം മാത്രമേ എനിക്ക് അങ്ങ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. എനിക്ക് എപ്പോഴും ആപത്തുകൾ ഉണ്ടാവണേ. ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് എപ്പോഴും ആപത്തുകൾ മാത്രം ഉണ്ടാവണേ. എന്തുകൊണ്ട്? ആപത്തുണ്ടാകുമ്പോഴേ നിന്നെ കുറിച്ച് ഞാൻ ഓർമ്മിക്കൂ. സമ്പത്തുണ്ടാകുമ്പോൾ മറന്നു പോകും ഭഗവാനെ കുറിച്ച്. നിന്നെ ഓർമ്മിക്കാതെ നിന്റെ സഹായം കിട്ടുകയില്ല. നിന്നെ ഓർമ്മിപ്പിക്കാൻ സഹായിക്കുന്നത് ആപത്തും നഷ്ടവും രോഗവും ഒക്കെയാണ്. അതുകൊണ്ട് അതൊക്കെ ഇഷ്ടം പോലെ എനിക്ക് തന്നോളൂ എന്നാണ്. സോ ദാറ്റ് ഐ ക്യാൻ റിമെമ്പർ യു ഓൾവേസ്. നിന്നെ ഞാൻ എപ്പോഴും ഓർമ്മിക്കണം എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ തട്ട് കിട്ടുന്നോ മുട്ട് കിട്ടുന്നോ എന്നുള്ളതല്ല. ഭഗവത് സ്മരണ ഉള്ളിൽ നിന്ന് വിട്ടുപോകാതെ നിലനിൽക്കണം. അതിനെ ആപത്തുകളാണ് സഹായിക്കുന്നത് എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ആപത്തിനെ മാത്രം തരൂ, സമ്പത്ത് വേണ്ട. അപ്പോ ജീവന്റെ ഉള്ളിൽ അഹങ്കാരവും ഭേദചിന്തയും കൂടെ കൂടെ പൊന്തുമെങ്കിലും അതൊക്കെ ഈശ്വരനിലുള്ള ദൃഢമായ വിശ്വാസം കൊണ്ട് ഈ ദ്വൈതങ്ങളെല്ലാം അതിജീവിക്കണം. ഈശ്വരാനുഗ്രഹം കൊണ്ടും കുറെയൊക്കെ സാധനാ ബലം കൊണ്ടും. നമ്മൾ ചെയ്യുന്ന സാധനയുണ്ടല്ലോ, അതൊന്നും ഒരിക്കലും വ്യർത്ഥമാകും എന്ന് വിചാരിക്കരുത്. ആ സാധന നമ്മുടെ മനോബലം വർദ്ധിപ്പിക്കും. ഈശ്വരനിലുള്ള ദൃഢവിശ്വാസവും അതുപോലെ മനോബലം, ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കും. അങ്ങനെ നിരന്തരം ദ്വൈത ചിന്തയെ ഉള്ളിൽ നിന്ന് പരിഹരിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കുക. അല്ലാതെ ഈ അഹങ്കാരനാശവും ഭേദചിന്തയും നമുക്ക് പെട്ടെന്ന് കൊടുന്നനവെ ഒഴിവാക്കാൻ സാധ്യമല്ല. മലയാളം വ്യാഖ്യാനം വായിക്കാതിന്റെ നാക്കില്ലാത്ത മണിയെ എത്ര കുലുക്കിയാലും അതിൽ നിന്ന് നാദമുണ്ടാകുന്നില്ല. അതുപോലെ വിഷയങ്ങൾ താനേ വന്നടുത്താലും ഉത്തമ പക്വൻ അവയിൽ ഉദാസീനനാവുകയേ ഉള്ളൂ. ഈ ഉദാസീനത, നിസ്സംഗത, ഇതില്ലാതെ ഒരു പുരോഗതി ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ ഭക്തി, നാമജപം, വഴിപാട്, ആരാധന, ധ്യാനം, യോഗം എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നിങ്ങളുടെ ഉള്ളിൽ നിസ്സംഗത നാൾക്ക് നാൾ വർദ്ധിക്കുന്നുണ്ടോ? ഒറ്റ ചോദ്യം. നിസ്സംഗത വർദ്ധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം? നിസ്സംഗതയാണ് വളരേണ്ടത്. നിസ്സംഗതയാണ് നമ്മെ പരമാത്മാവിൽ കൊണ്ട് എന്ന് എത്തിക്കുന്ന ഘടകം. അപ്പൊ ഉത്തമ പക്വൻ ഉദാസീനനായി ജീവിക്കും. ഉദാസീനൻ എന്ന് പറഞ്ഞാൽ സുഖത്തെയൊക്കെ വെറുത്ത് ഒതുക്കുന്നവൻ എന്നല്ല. സുഖത്തിന്റെ പുറകെ നായെ പോലെ നാക്കും തള്ളി ഇങ്ങനെ ഓടില്ല.
എവിടെ എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുകയാണ് മനുഷ്യൻ. എനിക്ക് പ്രാരബ്ധം ഉണ്ടെങ്കിൽ, ഞാൻ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സുഖം എന്നെ തേടിയെത്തുന്ന സുഖത്തെ ഞാൻ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കില്ല. ഞാൻ അതിന്റെ പുറകെ പോകുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. അതാണ് ഈ നിസ്സംഗത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇങ്ങോട്ട് വരുന്ന ഒന്നിനെയും അനുഭവിക്കേണ്ടെന്നോ അവയിൽ നിന്നൊക്കെ ചാടി ഓടണമെന്നോ അങ്ങനെയല്ല. അതല്ല അർത്ഥം. നിസ്സംഗത എന്ന് പറഞ്ഞാൽ സുഖഭോഗങ്ങളുടെ പുറകെ നാം ഓടരുത്. നമ്മെ സമീപിക്കുന്ന സുഖഭോഗങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുകയും വേണ്ട. സംഘമില്ലാതെ ആ സുഖത്തെ അനുഭവിച്ചോളൂ. അത് പ്രാരബ്ധത്തിൽപ്പെട്ടതാണ്, അത് നാം അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അത് നമ്മുടെ അടുക്കൽ എത്തിയത്. ഈ നിസ്സംഗത സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം വെറുത്ത് ഒതുക്കണം, അങ്ങനെയൊന്നും ഇല്ല അർത്ഥം. അതൊക്കെ തെറ്റായി നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഈ സുഖഭോഗങ്ങളുടെ പുറകെ പോകരുത്. അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ജീവിതം അതിൽ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അവന്റെ ചിത്തം നിരാശാ നഭസ്സിൽ തന്നെയാണ്. നിരാശ എന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഡിസപ്പോയിന്റ്മെന്റ് എന്നുള്ള അർത്ഥമല്ല, ആഗ്രഹങ്ങൾ ഇല്ലാത്ത സ്ഥിതി. അതാണ് വാസ്തവത്തിൽ സുഖം. നൈരാശ്യം പരമം സുഖം, ആശാഹി പരമം ദുഃഖം, നൈരാശ്യം പരമം സുഖം. ആശയാണ് എല്ലാ ദുഃഖത്തിനും മൂലകാരണം. ആഗ്രഹങ്ങളില്ലാതെ സ്ഥിതി ചെയ്യുന്നതാണ് പരമമായ സുഖം. അപ്പൊ ഇവിടെ നിരാശാ നഭസ്സിലാണ് ഉത്തമ പക്വന്റെ സ്ഥിതി. നല്ല പക്വതയുള്ളവൻ, വൈരാഗ്യം വന്നവൻ, അവന്റെ ഉള്ളിൽ യാതൊരു ആഗ്രഹവും ഉണ്ടാവില്ല. ആഗ്രഹങ്ങളൊക്കെ ഒഴിഞ്ഞുപോയ നിർമ്മലമായ ശരത്കാല ആകാശം പോലെയാണ് സാധകന്റെ ഹൃദയം, പാകതയുള്ള സാധകന്റെ ഹൃദയം. അവൻ നിർവിഷയാനന്ദരസം അനുഭവിക്കുകയാകുന്നു. മനസ്സ് വിഷയങ്ങളിൽ നിന്ന് മുക്തമാകുമ്പോഴാണ് അതിനെ നിർവിഷയമായി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിഷയചിന്തകളൊന്നും മനസ്സിലില്ല. അപ്പോ അതിൽ എന്തനുഭവപ്പെടും എന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദം. നമ്മൾ പുറം വിഷയങ്ങളെ അനുഭവിക്കാൻ ആഗ്രഹിച്ചാണ് ജീവിക്കുന്നത്. നമുക്ക് സുഖം എന്ന് ആ സുഖത്തെ അനുഭവിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ പദാർത്ഥങ്ങളുമായി, ഭോഗ്യ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെടണം. എന്നാലേ സുഖം കിട്ടൂ എന്നാണ് സാധാരണക്കാര് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. വിഷയചിന്തകളെ അപ്പാടെ ഉള്ളിൽ നിന്ന് നീക്കിയാൽ നിർവിഷയമായ ബ്രഹ്മം ഉള്ളിൽ പ്രകാശിക്കും. അതിൻ്റെ സ്വരൂപം സുഖമാണ്, ആനന്ദമാണ്. അതിനോളം ആനന്ദം ഈ പ്രപഞ്ച വിഷയങ്ങൾക്കൊന്നിനുമില്ല. പക്ഷേ അത് ഇതിനെ നീക്കിയാലേ അത് കിട്ടും. ഞാൻ ഇതും വെച്ചോണ്ട് അതല്പം ആസ്വദിച്ചിട്ട് ഏതാണ് കൂടുതൽ എന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ നടപ്പില്ല. ഇതിനെ അപ്പാടെ തള്ളിയാലേ അങ്ങോട്ട് പ്രവേശിക്കാൻ തന്നെ പറ്റും. അതിനെ മഹാനന്ദം, പരമാനന്ദം എന്നൊക്കെയാണ് ശാസ്ത്രങ്ങൾ വിളിക്കുന്നത്. അതിനെയാണ് നിർവിഷയാനന്ദരസം, ബ്രഹ്മസുഖം, ബ്രഹ്മാനന്ദം. അവൻ നിർവിഷയാനന്ദരസം അനുഭവിക്കുകയാകുന്നു. മറ്റു പക്വന്മാർക്ക് ഈ അനുഭവം ഉണ്ടാകുന്നില്ല. പക്ഷേ ഉണ്ടാകുന്ന പക്ഷം അവരുടെ ബോധചേഷ്ടയെ അറിവാകുന്ന ഇടങ്ങഴി കൊണ്ട് അളന്ന് എറിയുന്നത് പോലെ വളരെ ക്ലേശകരമാണെന്ന് മനസ്സിലാക്കണം. ഈ വിഷയങ്ങളെ പുറത്ത് കളയുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. അടിയില്ലാത്ത നാഴി കൊണ്ട് അളന്ന് കളയുന്നത് പോലെയാണ്. നാഴിക്ക് അതിനൊരു അടിത്തട്ട് വേണമല്ലോ, എന്നാലല്ലേ അതിനകത്ത് എന്തെങ്കിലും സാധനം ഇട്ടാൽ ചോർന്നു പോകാതിരിക്കൂ. അടിയില്ലാത്ത നാഴി കൊണ്ട് എത്ര അളന്നാലും ഒന്നും അതിൽ തങ്ങില്ല, ഒന്നിനെയും നമുക്ക് കളയാൻ പറ്റില്ല. അപ്പൊ ഈ അറിവാകുന്ന ഇടങ്ങഴി കൊണ്ട് അളന്ന് എറിയുന്നത് വളരെ പ്രയാസമാണ്. എന്നാലും അതിൽ നാം വിമുഖത കാണിക്കരുത്. കുറച്ചായിട്ട് ഈ വാസനകളെ നശിപ്പിക്കുന്നതിന് ഒരു ഉദാഹരണം പറയുന്നത് എന്തെന്നറിയാമോ? ദർഭപ്പുല്ലുണ്ടല്ലോ. ദർഭപ്പുല്ല് കടലിൽ മുക്കി അതിൻ്റെ അറ്റത്തുള്ള ഒരു തുള്ളി പോലും വരില്ല അതിനകത്ത്. അത് അല്പാൽപമായി കരയിലേക്ക് ഒഴിച്ച് കടൽ വറ്റിക്കുന്നത് പോലെയാണ്. ദർഭമുന കൊണ്ട് കടലിൽ മുക്കി അതുകൊണ്ട് ഈ കടൽ എന്നത്തേക്ക് വറ്റും. ഇതുപോലെയാണ് വാസനാനാശം എന്നാണ്. എന്ന് വെച്ച് പേടിക്കണ്ട. അഗസ്ത്യനെ പോലെയുള്ളവർ ഉള്ളം കയ്യിലെടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു കളഞ്ഞു കടലിനെ. നമ്മുടെ മഹത്വം അത്ര കണ്ട് വർദ്ധിച്ചാൽ നമ്മുടെ മുമ്പിലുള്ള വലുതായ എന്തും നിസ്സാരമാകും. നാം വളരണം. നാം എത്ര കണ്ട് ചെറുതാകുന്നുവോ ചെറുതുപോലും നമ്മുടെ മുമ്പിൽ ഭീമാകാരമായി നിലനിൽക്കും. ഒരു ഉറുമ്പിനെ സംബന്ധിച്ച്
അതിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു പന്ത് എന്തോ വലിയ ഒരു സാധനമാണ്. മനുഷ്യനെ സംബന്ധിച്ച് അതൊന്നുമല്ല. അവൻ്റെ ആകൃതി, ശരീരാകൃതി വെച്ച് നോക്കുമ്പോൾ അതൊന്നുമല്ല. അപ്പോൾ ഒന്നിനെ ചെറുതാക്കാൻ എന്താ വഴി? എനിക്കതിനെ തരണം ചെയ്യുന്നില്ല, അതിനുള്ള മനോബലമില്ല. ഇതാണ് പലരുടെയും പരാതി. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വളരൂ, വികസിക്കൂ, അതിനെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ അതിനേക്കാളും വളർന്ന് വികസിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത് നിസ്സാരമായി തീരും. പ്രപഞ്ചം എത്ര വലുതോ മഹത്തോ ആയിക്കൊള്ളട്ടെ, അതിനേക്കാളും വ്യാപകതയുള്ള ബോധമാണ് ഞാൻ എന്നുള്ള അറിവിൽ ഈ പ്രപഞ്ചം നയാ പൈസയ്ക്ക് വിലയില്ലാത്തതായി മാറും. ഒരു ചെറിയ പൊടി പോലെ ഇത് നിസ്സാരമായി പോകും. നമ്മൾ വളരുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലെങ്കിൽ അതാണ് അവിടെയുള്ള ദോഷം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത ഒന്നായി തോന്നുന്നത്. അറിവാകുന്ന ഇടങ്ങഴി കൊണ്ട് അളന്ന് എറിയുന്നത് പോലെ വളരെ ക്ലേശകരമാണെന്ന് മനസ്സിലാക്കണം. അപക്വർക്ക് ജീവബോധം, മാംസ ശരീരത്തിന്മേലുള്ള അഹംചിന്ത അകറ്റുന്നത് വളരെ പ്രയാസമാണ് എന്ന് സാരം. ഈ ശരീരമുണ്ടല്ലോ, ഈ ദേഹാഭിമാനം, ഇത് വളരെ ശക്തമാണ്. സർവദേഹികളിലും സകല ജീവികളിലും ഞാൻ ഈ ശരീരമാണ് എന്നുള്ള വിചാരം രൂഢമൂലമായി തീർന്നിരിക്കുന്നു. അത് ആഴത്തിൽ വേരോട് കൂടിയതാണ്. അതിനെ പെട്ടെന്ന് പിഴുതു കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ മാംസ ശരീരത്തിൽ ഞാനാണ് എന്നുള്ള ഭാവം, ജഡബന്ധം, അത് വലിയ പ്രയാസമാണ് നീക്കാൻ. എന്നാലും നമ്മൾ തളരേണ്ട കാര്യമില്ല. പതുക്കെ പതുക്കെ എറുമ്പോര കല്ലും തേയും, അമ്മിയും തേയും എന്ന് പറയും. നമ്മൾ അമ്മിക്കല്ലുണ്ടല്ലോ, ഈ അമ്മിക്കല്ലിൻ്റെ പുറത്തുകൂടെ ഉറുമ്പുകൾ വരി വരിയായി പോവുകയാണ്. ഉറുമ്പിൻ്റെ കാലിന് എന്തെങ്കിലും ശക്തിയുണ്ടോ? വളരെ ലോലം. പക്ഷേ നിരന്തരമായി കോടിക്കണക്കിന് ഉറുമ്പുകൾ ഒരേ ലൈനിലൂടെ ഈ അമ്മിക്കല്ലിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ വളരെ കാലം ഇഴഞ്ഞു നീങ്ങിയാൽ ഈ ഉറുമ്പുകൾ പോയ സ്ഥലത്ത് ഒരു ചെറിയ കുഴി ഉണ്ടാകും. കല്ലിന് കുഴി ഉറുമ്പുണ്ടാക്കിയതാണ്. ഒരു ഉറുമ്പല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുമ്പുകൾ പല വർഷങ്ങൾ ഒരേ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അതിൽ ഒരു ചെറിയ കുഴി പോലെ, ഒരു വര പോലെ ഒന്ന് അതിനകത്ത് ആ കല്ലിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്താണ്? അഭ്യാസം, പരിശീലനം, ആവർത്തിച്ചുള്ള അഭ്യാസമാണ്. നമുക്ക് അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. തനുവാതി നാങ്കിനുക്കും ഷാർവഴിந்து ശற்றும் നിനയാത് ഇളൈപ്പാറി നിன்றாൽ മനയാമോ കാന്തക്കടത്തൂശി കാറ്റற்ற ദീപമെന ആം തത്വങ്ങൾ അയലാം. തനുവാതി നാങ്കിനുക്കും, തനു തുടങ്ങിയ നാലിനും. അതെന്താണ് ശരീരം തുടങ്ങിയ നാല് എന്ന് ചോദിച്ചാൽ, ശരീരം, ഇന്ദ്രിയ സുഖങ്ങൾ, ബാഹ്യലോകം, കരണങ്ങൾ അഥവാ ഉപകരണങ്ങൾ, അത് പ്രപഞ്ച വിഷയങ്ങൾ അനുഭവിക്കാനുള്ള ഘടകങ്ങൾ. 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും. ഈ 4 തനുവാതി നാങ്കിനുക്കും. തനു തുടങ്ങിയ, തനു എന്ന് പറഞ്ഞാൽ ശരീരം, ശരീരത്തെ കൂടാതെ ഇന്ദ്രിയ സുഖങ്ങൾ, ബാഹ്യലോകം, ആ സുഖങ്ങളെ അനുഭവിക്കാൻ നമുക്കുള്ള ഉപകരണങ്ങൾ. ഈ നാലും ഷാർവഴിந்து. ഷാർവ് എന്ന് പറഞ്ഞാൽ സംഘം, ഒട്ടൽ, അറ്റാച്ച്മെന്റ്, അതാണ് ഷാർവ്. ഷാർന്ന്, ചേർന്ന് നിന്ന്, ഒട്ടി നിന്ന്, ആശ്രയിച്ച്, അവലംബിച്ച് എന്നൊക്കെയാണ് അർത്ഥം. ഷാർവ് അഴിந்து, സംഘമില്ലാതെ, ഒട്ടലൊക്കെ പോയി, ശற்றும் നിനയാതെ, ഒന്നിനെ കുറിച്ചും വിചാരിക്കാതെ, ചിന്തിക്കാതെ സുഖമായിരിക്കാനുള്ള മാർഗം എന്തെന്നറിയാമോ? ഒന്നിനെ കുറിച്ച് ആലോചിക്കരുത്. ഇതാണ് നമുക്ക് പറ്റാത്തത്. ഒന്നിനെ കുറിച്ച് ചിന്തിക്കരുത്. ശരീരത്തെക്കുറിച്ചോ, കുടുംബത്തെക്കുറിച്ചോ, നാളെയെക്കുറിച്ചോ, ഭാവിയെക്കുറിച്ചോ, നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചോ, സാമ്പത്തിക സ്ഥിതിയോ, അതുപോലെയുള്ള മറ്റിതോ, തീവ്രവാദത്തെക്കുറിച്ചോ, ഒന്നിനെ കുറിച്ചും ഒക്കെ ഒരു സർവേശ്വരൻ്റെ അധീനതയിലാണ്. ഞാൻ ഇവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കുന്നു. ഇന്ന് മുതൽ ഞാൻ ഒന്നിനെ കുറിച്ചും ചിന്തിച്ച് ബേജാറാവുന്നില്ല. ചിന്തിക്കാൻ, തീരുമാനിക്കാൻ പറ്റില്ല. എന്നാലും നമ്മുടെ മനസ്സ് തന്നെ പറയും, നീ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകം ഇങ്ങനെ നടക്കും. പലരും എന്താണെന്ന് പറയാമോ? എൻ്റെ അടുത്ത് ചിലർ വന്ന് ചോദിക്കും, നിങ്ങളെന്താ വിവാഹം കഴിക്കാത്തത്? ഞാൻ പറഞ്ഞു, എനിക്കങ്ങ് അതൊരു ആവശ്യമാണെന്ന് തോന്നിയില്ല, അതുകൊണ്ട് കഴിച്ചില്ല. നിങ്ങളെപ്പോലെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എങ്ങനെ പോകുന്നു? എല്ലാവരും വിചാരിക്കില്ലല്ലോ. ഇതൊരു 4-5 ആൾക്കാരല്ലേ ഇങ്ങനെ വിചാരിക്കൂ.
ലോകത്തെക്കുറിച്ച് എന്തൊരു സ്നേഹമാണെന്ന് അറിയാമോ ഈ സുഹൃത്തിന്? ഈ ലോകം എങ്ങനെ നടക്കുന്നതാണ്. നിങ്ങളെ പോലെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ എന്നെ പോലെ ഞാൻ മാത്രമേ വിചാരിക്കും, വേറെ ആരും വിചാരിക്കും. അവരുടേതായിട്ടുള്ള ലോജിക്കാണ്. ലോകത്തോടും അമിതമായ കാരുണ്യവും വാത്സല്യവും ഒക്കെ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തൂടെ? എന്തൊക്കെയാണ് ന്യായങ്ങളെന്നറിയാമോ? നിങ്ങൾ സ്വാർത്ഥനാണ്, കഴിവില്ലാത്തവനാണ്, കുടുംബം നോക്കാൻ കഴിവില്ലാത്തവനാണ്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവനാണ്, എന്തൊക്കെയാണ് ആരോപണങ്ങൾ. സുഹൃത്തെ, അങ്ങനെയൊന്നുമില്ല. ഞാൻ കഴിവില്ലാത്തവരാണ്, സമ്മതിച്ചു. കുടുംബം നോക്കാൻ ശേഷിയില്ലാത്തവരാണ്, സമ്മതിച്ചു. നിങ്ങൾ പറയുന്ന എല്ലാ കുറ്റങ്ങളും ഏറ്റു. പക്ഷെ എനിക്കതൊരു ആവശ്യമായി തോന്നിയില്ല, അതുകൊണ്ട് ആ മാർഗത്തിലേക്ക് പോയില്ല. അത്രയേ ഉള്ളൂ. അതെന്തോ അത് ഞാൻ പറഞ്ഞാൽ ശരിയല്ല, നിങ്ങളെ പോലുള്ളവർ വേണം പറയാൻ. ഞാൻ പറയുന്നത് ശരിയല്ല, അത് അസൂയാണെന്ന് ഗൃഹസ്ഥന്മാര് വേണം പറയാൻ, വിവാഹിതരായവർ വേണം പറയാൻ. ഞാൻ ബ്രഹ്മചാരി പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ. തനുവാതി നാങ്കിനും ശാർവഴിന്ത് സംഘമില്ലാതെ ഉള്ളിലുള്ള ഒട്ടലൊക്കെ നീങ്ങി ശത്രും നിനയാതെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ. അല്ല, ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? ഈശ്വര സ്മരണ വേണ്ടേ? ഒരു ഘട്ടം കഴിഞ്ഞാൽ അതും വേണ്ടെന്ന് വയ്ക്കാം. എല്ലാം ഈശ്വരമയമാണ് എന്ന് ഉറപ്പ് വന്നാൽ, ഇനി ഈ ഉറപ്പ് വന്ന കാര്യം എന്തിനാ വീണ്ടും ഉള്ളിലിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഈ ആവർത്തനം അപക്വതയുടെ ലക്ഷണമാണ്. ഉറപ്പ് വരാത്തതിന്റെ ലക്ഷണമാണ് ആവർത്തനം. പക്ഷേ ഉറപ്പ് വരാത്തവന് ആ ആവർത്തനമേ ശരണമായിട്ടുള്ളൂ. ഉറപ്പ് വന്നവന് ആവർത്തനത്തിന്റെ ആവശ്യമില്ല. എല്ലാം ഈശ്വരമയം എന്ന് ഒരാൾക്ക് നിശ്ചയം വന്നു, ബുദ്ധിക്ക് ഉറപ്പ് വന്നു. ഇനിയിപ്പോ അയാള് സർവം ബ്രഹ്മമയെന്നോ ഈശാവാസ്യമിതം സർവമെന്നോ എന്തിന് ചിന്തിക്കണം? ചിന്തിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഏർപ്പാടായി മാറും. അതായിട്ടിരിക്കുന്നത് അതിനേക്കാൾ എളുപ്പമാണ്. ചിന്തിക്കുന്നത് ബുദ്ധിയാണ്, ബുദ്ധിവൃത്തിയാണ്. അവിടെ അല്പം ക്ലേശമുണ്ട്. ബുദ്ധിയെ വിനിയോഗിക്കണം ആ ചിന്തയ്ക്ക് വേണ്ടി. പക്ഷെ ബ്രഹ്മമായി നിൽക്കാൻ ഒന്നിന്റെ സഹായവും ആവശ്യമില്ല. അതാണ് വാസ്തവത്തിൽ എളുപ്പം. ആ ഘട്ടം എത്തുന്നത് വരെ ചിന്തിക്കുക തന്നെ വേണമെന്നാണ്. ആ പദ്ധതിയെ നമ്മൾ അപ്പാടെ നിരാകരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ ആ ബുദ്ധിക്ക് ഉറപ്പ് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആവർത്തനത്തിന്റെ ആവശ്യമില്ല എന്നാണ്. നിനയാതെ ഇളൈപ്പാറി നിന്നാൽ, നിശ്ചലനായിരുന്നാൽ. ഇളൈപ്പാറുക എന്ന് പറഞ്ഞാൽ ക്ഷീണം ഇല്ലാതാക്കാൻ വേണ്ടി വിശ്രമിക്കുക എന്നാണ്. അപ്പോൾ ബുദ്ധിവൃത്തികൾ, ചിത്തവൃത്തികൾ, ബാഹ്യ കർമ്മങ്ങൾ ഇതെല്ലാം മനുഷ്യനെ ക്ഷീണിപ്പിക്കും. എല്ലാം എനർജി നഷ്ടമാണ്, ഊർജ നഷ്ടമാണ്. കുറേ നേരം കണ്ടുകൊണ്ടിരുന്നാൽ കണ്ണിന് ക്ഷീണമാണത്. ചെവിക്ക് പിന്നെ എത്ര കേട്ടാലും വലുതായിട്ട് ക്ഷീണം തട്ടുന്നില്ല. പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധയോടുകൂടെ കേട്ട് കഴിഞ്ഞാൽ, കേട്ടിട്ട് എണീക്കുമ്പോൾ ഒരു ക്ഷീണം തോന്നും. ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നിപ്പോവും ഒരു സത്സംഗം കഴിഞ്ഞിട്ട്. ഉറങ്ങുന്നവന് ക്ഷീണമേ ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ, പലരും തന്നെ പറഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു ടോണിക് കുടിച്ച എഫക്റ്റാണ് ഇവിടുന്ന് എണീറ്റ് പോകുമ്പോൾ. അവര് കേൾക്കുന്നേ ഇല്ല. എന്തായാലും ഇന്ദ്രിയ വൃത്തികളും ചിത്തവൃത്തികളും ശരീരകർമ്മങ്ങളും നമ്മെ ക്ഷീണിപ്പിക്കുന്നു. ക്ഷീണിപ്പിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നു, തളരാൻ വേണ്ടി കർമ്മം ചെയ്യുന്നു. എന്നാൽ ഈ നിശ്ചലാവസ്ഥയുണ്ടല്ലോ, ആത്മാവിലുള്ള സ്ഥിതി, അത് പരമാനന്ദമാണ്. അത് നമ്മിൽ ഒരു ടോണിക് പോലെയോ ഒരു ഊർജം നമ്മിൽ നിറയ്ക്കുന്നതാണ്. ഇളൈപ്പാറി നിന്നാൽ, അങ്ങനെ ആ ആത്മവസ്തുവിൽ അചഞ്ചലനായി നിൽക്കാൻ കഴിയുമെങ്കിൽ മനൈ ആമോ. മന എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വീട്, ഗൃഹം എന്നാണ്. ആ ബ്രഹ്മത്തിൽ ഒരു ഉറപ്പ് വന്ന് അതിൽ തന്നെ അതായി നിന്നുകൊണ്ട് ആ ആനന്ദം അനുഭവിക്കുന്നവർക്ക് വീട് വേണോ? വീട് വേണോ എന്ന് ചോദിച്ചാൽ വീട്ടുകാരി വേണോ, വീട്ടുകാരിയിൽ കുട്ടികൾ വേണോ എന്നർത്ഥം. കുടുംബം വേണോ, ചുരുക്കം. വീട് വേണോ എന്ന് പറഞ്ഞിട്ട് നിർത്തി, അതിനകത്ത് എല്ലാം അടക്കം. വീട് വെക്കുന്നത് എന്തിനാണ്? ഒരു കുടുംബജീവിതം തുടങ്ങാൻ. അപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളുമൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് നടക്കുന്ന, ഒറ്റയ്ക്ക് ജീവിക്കുന്നവന് എന്തിനാ വീട്? അവനെന്തെങ്കിലും ഒരു മുറിയോ, ഒരു ലോഡ്ജിലെ മുറിയോ എന്തെങ്കിലും പോലെ. ആൾക്കാർ ഈ വീട് കെട്ടി താമസിക്കുന്നത് എന്തിനാ? ഒരു കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ മനയാമോ എന്ന് പറഞ്ഞാൽ ഗൃഹത്തിനോടും കുടുംബത്തോടുമുള്ള ആസക്തി ഉണ്ടാകുമോ? അവർ സ്വതന്ത്രന്മാരായി ഇങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കും. അവർക്ക് കുടുംബമില്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ലോകമാണ് അവരുടെ കുടുംബം. ലോകം, പ്രപഞ്ചമാണ് അവരുടെ തറവാട്. വസുധൈവ കുടുംബകം. ഈ പ്രപഞ്ചത്തിലുള്ളവരെല്ലാം ഈ ജ്ഞാനികളുടെ ബന്ധുക്കളാണ്. ജ്ഞാനികളെ വെറുക്കുന്നവരുണ്ടാവാം, അവരും ജ്ഞാനികളെ സംബന്ധിച്ച ബന്ധുക്കളാണ്.
എന്നെ വെറുക്കുന്ന ബന്ധുക്കളുമുണ്ട്, സ്നേഹിക്കുന്ന ബന്ധുക്കളുമുണ്ട്. അതുപോലെ അപ്പൊ അവരുടെ സ്ഥിതി എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, കാന്തക്കടത്തൂശി കാറ്റற்ற ദീപം. കാന്തക്കടത്ത് ഊശി, കടം എന്ന് പറഞ്ഞാൽ ഇവിടെ പാത്രം എന്നാണ് അർത്ഥം. കാന്തം കൊണ്ടുണ്ടാക്കിയ, ഇരുമ്പിനെ ആകർഷിക്കുന്നതാണല്ലോ കാന്തം. കാന്തം കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിനുള്ളിൽ ഒരു ഇരുമ്പ് സൂചിയെ വെച്ചാൽ അത് ചലിക്കുമോ? ഈ പാത്രം ഉണ്ടല്ലോ, അത് കാന്തം കൊണ്ടുണ്ടാക്കിയതാണ്. അതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ഇരുമ്പ് സൂചിയാണ്, ഒട്ടിപ്പോവും, അനങ്ങില്ല. അതേസമയം ഈ ഇരുമ്പ് സൂചി പാത്രത്തിന് വെളിയിലാണെങ്കിൽ അത് ആകർഷിക്കപ്പെട്ട് ഈ പാത്രത്തിൽ വന്ന് പറ്റി നിൽക്കും. ഇത് പാത്രത്തിനകത്തിട്ടത് കൊണ്ട് ചലനമേ ഇല്ല. കാന്തക്കടത്തൂശി, അവിടെ കടം എന്നുള്ളതിന് സംസ്കൃതത്തിലെ ഘടം എന്നർത്ഥം സ്വീകരിച്ചാൽ കാന്തം കൊണ്ടുള്ള ഒരു കുടം, ഒരു പാത്രം, ഒരു കണ്ടെയ്നർ, അതിനകത്ത് വെച്ച ഇരുമ്പ് സൂചി പോലെ. ഇനി എന്താ? കാറ്റற்ற ദീപം, കാറ്റില്ലാത്ത സ്ഥലത്ത് കത്തിച്ചു വെച്ച ഒരു വിളക്ക്, അതിന്റെ ജ്വാല അനങ്ങാതെ നേരെ നിശ്ചലമായി നിന്ന് കത്തും. അതുപോലെ ആവണം മനസ്സ് എന്നാണ്. അല്പം പോലും ചലനം അതിനകത്ത് പാടില്ല. സംസ്കൃതത്തിൽ അതിനെ പറയുന്നത് നിവാതസ്ഥ ദീപം എന്നാണ്. വാദം, കാറ്റില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു വിളക്കിന്റെ ജ്വാല എന്ന പോലെ കാറ്റற்ற ദീപമെന ആം. ആരുടെ സ്ഥിതി? ഈ ജ്ഞാനികളുടെ മനസ്സിന്റെ സ്ഥിതി. അവരുടെ മനസ്സാകുന്ന ഇരുമ്പ് സൂചിയെ ബ്രഹ്മമാകുന്ന കാന്തപാത്രത്തിനകത്തിട്ട് കഴിഞ്ഞു, അനക്കമില്ല എന്നർത്ഥം, ഒട്ടിപ്പോയി എന്നാണ് ബ്രഹ്മവും. അതേസമയം ആ മനസ്സിനെ ബ്രഹ്മത്തിന് പുറത്തു വെച്ചാൽ ആ ഇരുമ്പ് സൂചി ചലിക്കും. ചിലപ്പം വിഷയങ്ങളിലേക്ക് ചലിക്കും, ചിലപ്പോൾ ബ്രഹ്മത്തിലേക്ക് ചലിക്കും. പക്ഷെ ബ്രഹ്മത്തിലേക്ക് ചലിക്കുന്നത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് എന്ത് വേണം? മനസ്സിനെ ബ്രഹ്മത്തിനകത്തിട്ട് അടയ്ക്കുക, അനങ്ങില്ല. പിന്നെ കടം എന്നുള്ളതിന് ഘടം എന്നാണ്. കാന്തക്കടത്തൂശി കാറ്റற்ற ദീപമെന ആം തത്വങ്ങൾ അയലാം. 36 തത്വങ്ങളാണ് ശൈവ സിദ്ധാന്തത്തിലുള്ളത്. അടിസ്ഥാനപരമായ തത്വങ്ങൾ 36. ആ തത്വങ്ങളൊക്കെ തന്നിൽ നിന്ന് അന്യമായി തീരും. അഹങ്കാരം ഉൾപ്പെടെ തത്വമാണ്. തത്ത് മാത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രകടനങ്ങളായ തത്വങ്ങളെല്ലാം അതിൽ നിന്ന് അകന്നു പോകും. ആ തത്വങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് ബാധിക്കപ്പെടില്ല. അതിന് നാം നിൽക്കേണ്ടത് തത്പദത്തിലാണ്, ബ്രഹ്മത്തിലാണ്. തനു, കരണം, ഭുവനം, ഭോഗം, അതാണ് തനുവാദി 4 എന്ന് പറഞ്ഞത്. തനു ശരീരം, കരണം പറഞ്ഞു, ഭോഗമാണ് ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറഞ്ഞത്, ഭുവനം അത് തന്നെയാണ് ബാഹ്യലോകം. ഈ നാലിനെയും ഓരോന്നായി നേതി ചെയ്ത് ഇതല്ല, ഇതല്ല, ഇതും ആത്മാവല്ല എന്ന് പറഞ്ഞ് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് അവയോടുള്ള ബന്ധം അകറ്റുമ്പോൾ താൻ സ്വയം ആരാണെന്ന് ഒരാൾക്ക് അറിയാൻ ഇടയാകുന്നു. ഇങ്ങനെ ലോകഭോഗങ്ങളിലുള്ള വാസനയും അറ്റ് നിൽക്കുക എന്നത് അരുൾ പ്രഭാവത്തിലാകയാൽ ഇതിനൊക്കെ തികഞ്ഞ ഈശ്വര കടാക്ഷം, ഈശ്വരാനുഗ്രഹം വേണം. ഈ ഈശ്വരാനുഗ്രഹം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ പുണ്യകർമ്മങ്ങൾ കൊണ്ടാണ്. നല്ലത് ചെയ്യണം, പുണ്യകർമ്മങ്ങൾ ചെയ്യണം. അന്യനെ ഒരു തരത്തിലും മനസാ വാചാ കർമ്മണ ഉപദ്രവിക്കരുത്, ഹിംസിക്കരുത്, ദ്രോഹം ചിന്തിക്കുക പോലും അരുത്. ഒരുത്തൻ നശിച്ചു പോകണം എന്നുള്ള ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. അപ്പോൾ ഭഗവാന്റെ ആ അനുഗ്രഹം, അതാണ് അരുൾ പ്രഭാവം. ആ അരുൾ പ്രഭാവത്തിലാകയാൽ അയാൾക്ക് അപ്പോൾ വിശ്രമിക്കാനുള്ള ഇടവും അരുൾ തന്നെ എന്ന് മനസ്സിലാകും. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവത് സ്മരണയുണ്ടാവുന്നത്. അവൻ അരുളാൽ അവൻ താഴ്വണങ്ങി. ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനും ഭജിക്കാനും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം വേണം, നമ്മുടെ മിടുക്കല്ലാതെ. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈശ്വരന് അഭിമുഖമായി പോകാൻ പറ്റൂ. അപ്പോൾ ഭഗവാനെ നാം ഭജിക്കുന്നു എങ്കിൽ ഭഗവാൻ നമ്മിൽ അനുഗ്രഹം ചൊരിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് പോകാൻ നമ്മുടെ മനസ്സ് വിസമ്മതിക്കും, വിഷയങ്ങളിലേക്കായിരിക്കും ആ മനസ്സ് പായുക. അങ്ങനെ അരുളേ നിലയമായി ഭവിക്കുന്ന സുഹൃതിക്ക് ഈ ജ്ഞാനികൾ ഈശ്വരാനുഗ്രഹം കെട്ടിക്കിടക്കുന്നവരാണ്. ഈ ജ്ഞാനികൾ അവരൊരു ഖനിയാണ്, അനുഗ്രഹത്തിന്റെ ഒരു കേദാരമോ ഖനിയോ ആണ്. അനുഗ്രഹം എവിടെ നിന്ന് കിട്ടും? പ്രത്യക്ഷനായ ഈശ്വരനാണ് ജ്ഞാനി.
അദ്ദേഹത്തിന്റെ അടുത്ത് പോകൂ, നമസ്കരിക്കൂ, അദ്ദേഹത്തിന്റെ ദൃഷ്ടിയെങ്കിലും നിങ്ങളുടെ പുറത്ത് പതിക്കട്ടെ എന്നാണ്. രക്ഷപ്പെടും. ഈ അന്നദാനം നടത്തുന്നുണ്ടല്ലോ നമ്മൾ, എന്താ മഹാപുണ്യം എന്ന് പറയും. ഇത്ര ആളുകൾ ഊണ് കഴിച്ചിട്ട് പോയി, എല്ലാവർക്കും വളരെ സന്തോഷമായി എന്നൊക്കെ നമ്മൾ പറയും. ഈ അന്നദാനം നടത്തുന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശം അതൊന്നുമല്ല. ഫ്രീ ആയിട്ട് നമ്മൾ പൈസ വാങ്ങിക്കാതെയാണല്ലോ അന്നദാനം നടത്തുന്നത്. ഈ അന്നദാനം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു മഹാത്മാവ്, ഒരു ജ്ഞാനി, ഒരു ജീവൻ മുക്തൻ ആ കൂട്ടത്തിന്റെ ഇടയ്ക്ക് വന്ന് അല്പം ചോറ് കഴിച്ചിട്ട് പോയാൽ അതാണ് നമുക്ക് വലിയ അനുഗ്രഹമായി തീരുന്നത്. അല്ലാതെ ഈ വന്ന് ഉണ്ടിട്ട് പോയ ആൾക്കാരൊന്നുമല്ല. ജ്ഞാനികളെ തെരഞ്ഞു പിടിക്കാൻ നമുക്കറിയില്ല, അതിനുള്ള അർഹതയുമില്ല. അതുകൊണ്ടെന്താ, വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ അന്നദാനം, എല്ലാവരും ഇഷ്ടം പോലെ കഴിച്ചോട്ടെ. അതിൻ്റെ ഇടയിൽ ഒരാളെങ്കിലും, ഒരു മഹാത്മാവെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ വയറ്റിൽ നമ്മുടെ കാശ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ അന്നം അയാളുടെ വയറ്റിനകത്ത് പോകുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. ഭഗവാന് ഊണ് കൊടുത്തതുപോലെയാണ്. അമ്പലത്തിൽ വെക്കുന്ന നിവേദ്യം ഒരു വറ്റുപോലും തേവരെടുക്കുന്നില്ല, ഉണ്ടോ? എടുത്താൽ നമ്മൾ അടുത്ത ദിവസം മുതൽ കൊടുക്കില്ല. അതാണ് നമ്മുടെ സ്വഭാവം. പാൽപ്പായസം മുമ്പിൽ വെച്ചു, ആ ഇലയൊന്ന് മാറ്റി പൂജാരി അപ്പുറത്ത് നോക്കും. ഗണപതിക്കാണ് വെക്കുന്നതെങ്കിൽ തുമ്പിക്കെ ഇട്ട് അല്പം എങ്ങാനും ഇങ്ങനെ ഉറിഞ്ചി കുടിക്കുള്ളൂ. ഈശ്വരൻ ഒന്നും എടുക്കുന്നില്ല, ആ ബിംബം ഒന്നും എടുക്കുന്നില്ല. എന്നാലും നമ്മൾ പറയുന്നത് എന്താ, അതിന്റെ ഒരു സൂക്ഷ്മ അംശം ഭഗവാൻ സ്വീകരിച്ചു എന്നാണ്. അതുകൊണ്ട് അത് പ്രസാദമായി എന്നാണ്. അതുകൊണ്ട് നമുക്കൊക്കെ അത് കഴിക്കാം. ഇതാണ് നമ്മുടെ സങ്കല്പം. സ്ഥൂലമായ ഒന്നും ഈശ്വരൻ ആവശ്യമില്ല, സ്ഥൂലമായതൊന്നും ഈശ്വരൻ സ്വീകരിക്കില്ല. ഈശ്വരൻ സൂക്ഷ്മനായതുകൊണ്ട് സൂക്ഷ്മതയെ മാത്രമേ അദ്ദേഹം ഗ്രഹിക്കൂ. സ്ഥൂലമായതൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. അരുളേ നിലയമായി ഭവിക്കുന്നവരാണ് ജ്ഞാനികൾ, സുഹൃതികൾ. ആ സുഹൃതിക്ക് എങ്ങനെയാണ് കുടുംബബന്ധം പുലർത്താൻ സാധിക്കുക, അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടാവില്ല. എന്ന് വെച്ച് ഈ ഗൃഹസ്ഥന്മാരൊന്നും വിഷമിക്കേണ്ട. ഞങ്ങളിപ്പോ വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്, കുഴപ്പത്തിൽ ചാടിയിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. അതിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടെന്താ, ഇനി നിസ്സംഗത വളർത്തിയെടുക്കൂ. ഈ കുടുംബത്തിലാണ് മിക്കവാറും ഗൃഹസ്ഥന്മാരുടെ ഒട്ടല് മുഴുവൻ. നമ്മൾ പറയുന്നത് അതിന് സ്നേഹം എന്നാണ് പറയുന്നത്. എത്ര മനോഹരമായ വാക്കാണെന്ന് നോക്കൂ. സ്നേഹം, അൻപ്, പിള്ളൈകൾ കിട്ടിയ അൻപ്. നമ്മൾ ഈ സ്നേഹത്തെയും സംഘത്തെയും കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. സ്നേഹം എന്നുള്ളത് ഹൃദയത്തിന്റെ ഉദാത്തമായ ഒരു വികാരമാണ്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ സംഘത്തെയാണ് നമ്മൾ പലപ്പോഴും സ്നേഹം എന്ന് പറയുന്നത്. സംഘം ഒട്ടും കൊള്ളില്ല, അത് വെച്ച് പൊറുപ്പിക്കാവുന്ന ഒന്നല്ല സംഘം. എന്തുകൊണ്ട്? ദുഃഖിപ്പിക്കും. നമ്മൾ ഏതിൽ അല്ലെങ്കിൽ ആരിൽ സംഘം വെച്ച് പുലർത്തുന്നുവോ അത് നഷ്ടമാകുമ്പോൾ നമ്മളാണ് ദുഃഖിക്കുന്നത്. ആ പോകുന്ന ആളോ വസ്തുവോ അല്ല, നഷ്ടമാകുന്നതല്ല. മരിച്ചുപോയവന് ദുഃഖമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. മരിച്ചുപോയവനെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവരാണ് ഇവിടെ ദുഃഖിക്കുന്നത്. ആ ദുഃഖത്തിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ഈ ശാസ്ത്രങ്ങളൊക്കെ എന്ത് പറയുന്നതെന്ന് അറിയാമോ? മരിച്ചയാളിനെ ഓർത്ത് കരയുകയും പുലമ്പുകയും മാറത്തടിച്ച് നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ആത്മാവിന് എന്തെന്നില്ലാത്ത ദുഃഖമുണ്ടാക്കും. അതുകൊണ്ട് ആ മരിച്ചുപോയ ജീവന് സുഖവും സ്വസ്ഥതയും ഉണ്ടാകണമെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്നവര് കരയരുത്. എന്നാലെങ്കിലും കരയാതിരിക്കുമോ എന്നാണ്. നത്വം ശോചിത മർഹസി എന്ന് പറഞ്ഞാൽ ഇവൻ കേട്ടില്ല. നീ കരഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, മരിച്ച ആരും തിരിച്ചു വരാൻ പോകുന്നില്ല, അങ്ങനെയൊന്നും പറഞ്ഞാൽ ഇവൻ കേട്ടില്ല. ഇവന്റെ ദുഃഖം ഇവൻ നിയന്ത്രിക്കുന്നില്ല, ദുഃഖത്തെ ഇവൻ നിയന്ത്രിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഈ മരിച്ച ആത്മാവിന്, ആ മരിച്ചുപോയ വ്യക്തിക്ക് നിങ്ങളൊക്കെ കരയുന്നത് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ദുഃഖമുണ്ടാക്കും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതെന്തായാലും ആഗ്രഹിക്കുന്നില്ലല്ലോ. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോകുമ്പോഴാണല്ലോ നമ്മൾ കരയുന്നത്. അല്ലെങ്കിൽ നന്നായി, അവന് വേണം, 10 കൊല്ലത്തിന് മുമ്പേ പോകാനുള്ളവനായിരുന്നു എന്നല്ലേ നമ്മൾ പറയുക. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളവര് മരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ദുഃഖവും കരച്ചിലും ഒക്കെ വരുന്നത്. അതുകൊണ്ട് ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തി സന്തോഷത്തോടു കൂടി ഇവിടുന്ന് യാത്രയാകണമെങ്കിൽ നിങ്ങൾ കരയാതിരിക്കണം എന്നൊക്കെ ശാസ്ത്രങ്ങൾ പറഞ്ഞു. പല മാർഗങ്ങളും ഇപ്പം കരയാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ഉപായങ്ങളാണെന്ന് നോക്കൂ ശാസ്ത്രങ്ങളുടെ കയ്യിൽ. അവർക്ക് ദുഃഖമുണ്ടാകും, ആ പ്രേതാത്മാവിന് ദുഃഖമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കരയരുത് എന്നാണ്. അവൻ നിസ്സംഗനായി ലോകത്തിൽ ആനന്ദമോടെ ഉലാവുക മാത്രമേ ചെയ്യുകയുള്ളൂ. ആരെ? ജ്ഞാനി.
അല്ലെങ്കിൽ ജ്ഞാനി അല്ലെങ്കിലും തീവ്ര വൈരാഗ്യമുള്ളവർ. നിസ്സംഗതയാണ് ആ മുഖമുദ്ര. ആ നിലയിൽ കാന്തത്താൽ നിർമ്മിതമായ കുടത്തിനകത്തിട്ട സൂചി പോലെയും കാറ്റിൽപ്പെടാത്ത ദീപം പോലെയും അവന്റെ ചിത്തം ചലനമറ്റ് ശാന്തിയടയും. മനസ്സിന്റെ ആ ചാവല്യം, ചലനം, അസ്വസ്ഥത എല്ലാം നീങ്ങി നിശ്ചലമായി തീരും. ഈ നിശ്ചല മനസ്സിന്റെ പേരാണ് ബ്രഹ്മം. നിശ്ചലമായ മനസ്സിന്റെ പേരാണ് ബ്രഹ്മം. ചലിക്കുമ്പോഴാണ് അതിന് മനസ്സ് എന്നുള്ള പേര് കൊടുക്കുന്നത്. അതിന്റെ ചലനം ആത്യന്തികമായി നിലച്ചാൽ ഈ മനസ്സ് തന്നെ ബ്രഹ്മം. ബ്രഹ്മശക്തിയാണ് മനസ്സായി ഇത്രയും കാലം ചലിച്ച് നമ്മെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ചലനം തീർന്നാൽ അത് ബ്രഹ്മമായി തീരുന്നു. ചിത്തം ചലനമറ്റ് ശാന്തിയടയും. ആ അവസ്ഥയിൽ അവനെ ചലിപ്പിക്കാൻ ഇടയാക്കിയ കല മുതലായ തത്വങ്ങളെല്ലാം വിട്ടകലുകയും ചെയ്യുന്നു. നാദം, ബിന്ദു, കല എന്നൊക്കെ യോഗശാസ്ത്രത്തില് പല പേരും പറഞ്ഞു വിളിക്കും. ഓരോരോ സൂക്ഷ്മമായ മനസ്സിന്റെ സൂക്ഷ്മമായ ഘട്ടങ്ങളാണ് നാദം, ബിന്ദു, കല എന്നൊക്കെ പറയും. അതെല്ലാം അസ്തമിക്കും, എല്ലാം ഉപശമിക്കും. ശാന്തമായ ഒരു അദ്വൈത സത്യം മാത്രം ഉള്ളിൽ അനുഭവപ്പെടും. അടുത്ത പദ്യം വായിക്കാം. നായലകൈ നെയ് വിരുമ്പി നക്കുവത് നഞ്ചിട്ട പായസമും മെയ് പരിശം പാവൈ മിക ചായാ നീർ വേട്കൈ അശുണമിവം വിട്ടിൻ മീൻ വണ്ട് ഇവയിൻ സാക്ഷിயை കാൺ സാക്ഷിயை കണ്ട ആർ തുറവാതാർ. നിങ്ങളൊക്കെ സന്യസിക്കൂ, സന്യസിക്കൂ, നിസ്സംഗരാവൂ നല്ല വേദാന്ത ശാസ്ത്രം പറയുന്നത്. വേണ്ടവണ്ണം കണ്ണ് തുറന്ന് ഈ ലോകത്തെ നോക്കുന്നവൻ ആരാ സന്യാസി ആവാത്തത് എന്നാണ്. ആരാ സന്യാസി ആവാത്തത്? വേണ്ടവണ്ണം കണ്ണ് തുറന്ന് നോക്കുന്നില്ല എന്നുള്ളതാണ്. ആ വിവേക കണ്ണിലൂടെ കാര്യങ്ങളെ നോക്കി മനസ്സിലാക്കുന്നില്ല. എന്താണ് ഇവിടെ പറയുന്നത്? നായ് അലകൈ നെയ് വിരുമ്പി നക്കുവത്. ഒരു പട്ടി എന്ത് ചെയ്തെന്നറിയാമോ? നല്ല മൂർച്ചയുള്ള ഒരു വാളില് കുറെ നെയ്യ് പുരട്ടി കൊടുത്തതാണ്. ഈ പട്ടി വന്നിട്ട് അതിന്റെ നാക്ക് കൊണ്ട് ഈ നെയ്യിലുള്ള രുചിയാണ്, ഇത് ഭക്ഷിക്കണമെന്നുള്ള കൊതിയാണ്. അങ്ങനെ നല്ലപോലെ നക്കി 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 അവസാനം എന്ത് സംഭവിക്കും? നാക്ക് മുറിയും. ആ വാള് നെയ്യ് കൊണ്ടുണ്ടാക്കിയതല്ല, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്, മൂർച്ചയുള്ളതാണ്. അതിന്റെ പുറത്ത് പുരണ്ടിരിക്കുന്ന നെയ്യിലുള്ള കൊതി കൊണ്ട് ഇവൻ നക്കാൻ തുടങ്ങി. നക്കി നക്കി അവസാനം മുകളിലുള്ള ആ ഒരു ലെയർ നെയ്യ് ഇവൻ അകത്താക്കി കഴിഞ്ഞപ്പോ അടുത്ത നക്ക് വാളിന്റെ മൂർച്ചയുള്ള വശത്താണ് കൊണ്ടത്. നാക്ക് മുറിയുകയും ചെയ്യും. ഇതുപോലെയാണ് വിഷയങ്ങൾ, ഇതുപോലെയാണ് വിഷയങ്ങൾ. പുറമേ അവയൊക്കെ രമ്യങ്ങളാണെന്ന് തോന്നും, നല്ല സുഖം കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് എന്നൊക്കെ തോന്നും. അല്പം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കൊടിയ ദുരിതമാണ് അതിൻ്റെ അകത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, നിറയ്ക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാവും. പക്ഷേ അപ്പോഴേക്കും സമയം വൈകിയിരിക്കും. അപ്പോ വയസ്സ് 60-65 കാണും. ഇതൊക്കെ ദുഃഖകരമാണ്. ഇതിലൊന്നും യഥാർത്ഥ സുഖം കുടിയിരിപ്പില്ല എന്ന് മനസ്സിലാകുമ്പോഴേക്കും തലയും താടിയും മുടിയും ഒക്കെ നരച്ചു പോയിട്ടുണ്ടാവും. ഇനിയിപ്പോ മനസ്സിലാക്കിയിട്ട് എന്ത് പ്രയോജനം? നായ് അലഹൈ നെയ് വിരുമ്പി നക്കുവത്. മൂർച്ചയുള്ള വാള് പോലുള്ള ഒരു ഉപകരണത്തിൽ പറ്റിയിരിക്കുന്ന നെയ്യിനെ ഭക്ഷിക്കാൻ വേണ്ടി നായ നക്കുന്നത് പോലെ. ഇനിയും വേറൊരു ഉദാഹരണം പറയാം. നഞ്ചിട്ട പായസമും. നഞ്ച് വിഷം. വിഷം കലർത്തിയ പായസത്തെ ഒരു പായസക്കൊതിയൻ എങ്ങനെ അകത്താക്കുന്നുവോ, ഇതിനകത്ത് വിഷം കലർന്നിട്ടുണ്ടോ എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സഹിച്ചു. അതിലുള്ള ആർത്തിയെ പാൽപ്പായസമോ പാലട പ്രഥമനോ ഉള്ളിലേക്ക് ആക്കുക തന്നെ. അതിൽ വിഷം ചേർന്നതാണത്. എന്താണ്? മരണത്തിന് കാരണമാവും. അപ്പൊ നഞ്ചിട്ട പായസമും മെയ് പരിശം പാവൈ. പാവൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാവക്കുട്ടി, ഡോൾ എന്നുള്ള അർത്ഥമല്ല മലയാളത്തില്. പാവൈ എന്ന് പറഞ്ഞാൽ സ്ത്രീ, സ്ത്രീ സ്പർശം, സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷ സ്പർശം. എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമ്പോ രണ്ട് സൈഡിൽ നിന്ന് ആലോചിച്ചോളുക. വിപരീത ലിംഗങ്ങളുടെ പരസ്പര ആകർഷണവും പരസ്പര സ്പർശവും, അതിലാണ് ഈ ജീവന്മാരൊക്കെ മയങ്ങിപ്പോയിട്ടുള്ളത്, മോഹിച്ചു പോയിരിക്കുന്നത്. മെയ് പരിശം, സ്ത്രീ ശരീരത്തെ പുരുഷൻ സ്പർശിക്കുകയോ പുരുഷ ശരീരത്തെ സ്ത്രീ സ്പർശിക്കുകയോ
ചെയ്യുന്നത് ഈ നായ വാളിൽ പുരണ്ട നെയ്യ് നക്കുന്നത് പോലെയും നഞ്ച് കലർത്തിയ പായസം കഴിക്കുന്നത് പോലെയും ആത്മഹത്യാപരമാണ്, ജീവൻ അപഹരിക്കുന്നതാണ്. അവിടെ നമ്മൾ മരിച്ചൊന്നും പോകുന്നില്ലല്ലോ, നമ്മുടെ ശരീരത്തിന് ദോഷമൊന്നും വരുന്നില്ലല്ലോ. ആ ബാഹ്യമായ നാശത്തെ അല്ല പറയുന്നത്. ആ സുഖാനുഭവം തത്വബോധമില്ലാതെ അനുഭവിച്ചത് കൊണ്ട് അതൊക്കെ കടുത്ത വാസനയായി ഉള്ളിൽ സഞ്ചരിക്കും. ഈ വാസന ജന്മങ്ങൾക്ക് കാരണമായി തീരും. ഒരു ജന്മത്തിനല്ല, ജന്മ പരമ്പരകൾക്ക് കാരണമായി തീരും. കാരണം മുൻപിൻ ആലോചിക്കാതെ ഇത് സുഖകരമാണ് എന്ന് തീരുമാനിച്ച് അതിലോട്ട് എടുത്ത് ചാടിയതാണ്. അപ്പൊ അതിന്റെ സ്വാധീനം ഒന്നോ രണ്ടോ ജന്മം കൊണ്ട് തീരുമെന്ന് വിചാരിക്കാൻ വയ്യ. അത് പല ജന്മങ്ങളിലേക്ക് നമ്മെ നയിക്കും. അതാണ് ഇവിടെ പറയുന്നത്, മെയ് പരിശം പാവൈ മിക ഛായാനീർ എന്ന് പറഞ്ഞാൽ ചായ തിളപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം എന്നല്ല, ഛായാനീർ, കാനൽ ജലം. വെള്ളത്തിന്റെ ഒരു നിഴല് മാത്രമേ ഉള്ളൂ മരീചികയിൽ. അവിടെ യഥാർത്ഥത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഛായാനീർ വേട്കൈ, ഛായാനീർ വേട്കൈ. വേട്കൈ എന്ന് പറഞ്ഞാൽ ദാഹം, തൃഷ്ണ. ഛായാനീർ വേട്കൈ എന്ന് പറഞ്ഞാൽ എന്താ? കാനൽ ജലത്താൽ ദാഹശമനം വരുത്തുന്നത് പോലെ മിഥ്യയാണ്. കാനൽ ജലത്തിലെ വെള്ളം കുടിച്ച് ആരുടെയെങ്കിലും ദാഹം ഉപശമിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവിടെ വെള്ളം തന്നെ ഇല്ല. വെള്ളത്തിന്റെ പ്രതീതി, തോന്നൽ മാത്രമേ അവിടെ ഉള്ളൂ. ഛായാനീർ വേട്ടയാണ് ഈ വിപരീത ലിംഗത്തോടുള്ള ആകർഷണം. ഇനി എന്താ? 5 ജീവികളെയാണ് ഉദാഹരണം പറയുന്നത്. നമ്മൾ വിവേക ചൂടാമണിയിൽ വായിച്ചതാണ്. പതംഗ, മാതംഗ, കുരംഗ, ഭൃംഗ, മീനം. മീനങ്ങൾ. ഓരോ ഇന്ദ്രിയത്തിനും ഓരോ ജീവി അടിമയായി തന്റെ നാശത്തിന് കാരണമാവുന്നു. ആ ഓരോ ജീവിയും ഒരൊറ്റ ഇന്ദ്രിയത്തിന് മാത്രം അടിമയായത് കൊണ്ടാണ് അവയ്ക്ക് ജീവൻ നഷ്ടമാകുന്നത്. ഈ 5നും അടിമയാണ് ഈ മനുഷ്യൻ. അതുകൊണ്ട് അവൻ നശിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ, നന്നാവാനുള്ള സാധ്യത കുറവാണ്. ആ ഉദാഹരണങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അശുണം ഇവം, അതാണ് അശുണം ഇവം. അശുണം ഇവം വിട്ടിൽ മീൻ വണ്ട് ഇവയിൻ സാക്ഷിയെ കാൺ. ഈ 4 ഉദാഹരണങ്ങളെ നല്ലപോലെ വിശകലനം ചെയ്യൂ. അതിൽ ഈ അശുണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ്. സംഗീതം മതിമറന്ന് ആസ്വദിക്കുന്ന ഒരു പക്ഷി എന്നാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. അത് സംഗീതം കേട്ട് കഴിഞ്ഞാൽ അതിൽ സ്വയം മറന്നങ്ങിരിക്കും. അതുപോലെ അതിലെന്തെങ്കിലും അപസ്വരമുണ്ടെങ്കിൽ അത് വല്ലാതെ ദുഃഖിക്കുകയും ചെയ്യും. നല്ല ഒരു സംഗീതജ്ഞൻ അങ്ങനെയാണ്. അപസ്വരം കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അത് അസഹനീയമായിരിക്കും. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ സ്വരങ്ങൾ തെറ്റിയാൽ നല്ല വേദവിത്തുക്കൾക്ക് ഇവ എന്തോ പഠിച്ചത്, ഇവൻ മണ്ടൻ. അപ്പൊ ഈ അപസ്വരം, അപശ്രുതി, ഇതൊന്നും വിദ്വാൻമാർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുപോലെ ഒരു പക്ഷിയാണ് ഈ അശുണം. അത് സംഗീതം നല്ലതുപോലെ ആസ്വദിക്കുന്നതാണ്. പക്ഷേ അതിൽ അപശ്രുതിയോ വെള്ളി വീഴലോ, ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ അങ്ങനെ വെള്ളി വീണു. ഞാൻ ആദ്യം വിചാരിച്ച് കൊള്ളാം, കുറെ കാശ് കിട്ടുമല്ലോ, വെള്ളി വീണു. അതല്ല, അവിടുത്തെ ആ സൗണ്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ വെള്ളി വീണു, ഇവിടെ വെള്ളി വീണു, 4 സ്ഥലത്ത് വെള്ളി വീണു എന്നൊക്കെയാണ് പറയുന്നത്. സ്വർണം വീണം പിന്നെയും കൊള്ളാം, അങ്ങനെ പറയാറില്ല. അപ്പോൾ ആ അശുണം, ആ പക്ഷി എന്താണ്? ശബ്ദത്തിനടിമയാണ്. ഇമ്പമേറിയ ശബ്ദത്തിന് അടിമയാണ് ഈ അശുണം. ഇബം സ്പർശം. ഇബം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ ആന. തമിഴിലും അതേ വാക്ക് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇബം ആന. ആന പിടിയാനയുമായിട്ടുള്ള സ്പർശം കൊതിച്ചിട്ടാണ് അതിൻ്റെ പുറകെ പോയി അവസാനം വാരിക്കുഴിയിൽ വീണ് മനുഷ്യന്റെ അടിമയായിത്തീരുന്നത്. അപ്പോൾ ശബ്ദം, സ്പർശം, അശുണം, ഇബം. വിട്ടിൽ, ശബ്ദം, സ്പർശം, രൂപം. വിട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പുൽച്ചാടി എന്നൊക്കെ പറയുമല്ലോ, പുല്ലിൽ ഇങ്ങനെ ചാടി ചാടി പോകുന്നത്, അതല്ല ഉദ്ദേശിക്കുന്നത്. പതംഗം. പതംഗം എന്ന് പറഞ്ഞാൽ എന്താ? നിശാശലഭം. ഈ വിളക്കിന് ചുറ്റും പാറി നടക്കുന്ന ജീവികളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ മണ്ണെണ്ണ വിളക്ക്, ചിമ്മിനി വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും പാറി നടക്കുന്ന ഈയാമ്പാറ്റകൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ആ ഈയാമ്പാറ്റയാണ് എന്തിനടിമയാണ്? രൂപത്തിനടിമയാണ്. ആ അഗ്നിയുടെ തിളങ്ങുന്ന രൂപം, ആ ജ്വാല കണ്ടിട്ട് ഭക്ഷിക്കാനുള്ള എന്തോ ആണ് എന്ന് വിചാരിച്ച് അതിൽ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. വീണ് അതിൽ കരിഞ്ഞ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതിനറിയില്ല അത് ദഹിപ്പിക്കുന്ന ഒന്നാണ്. അതിൻ്റെ രൂപം, പ്രകാശമൊക്കെ കണ്ടിട്ടാണ് അതിലേക്ക് പാഞ്ഞു വന്ന് വീഴുന്നത്. അപ്പോൾ രൂപത്തിനടിമയാണ് ഈ പതംഗം അല്ലെങ്കിൽ ഈയാമ്പാറ്റ.
ശബ്ദം, സ്പർശം, രൂപം. അടുത്തത് രസം. രസം എന്ന് പറഞ്ഞാൽ സ്വാദ്, നാക്കിന്റെ രുചി. ആ രുചിക്ക് അടിമയാണ് മീൻ. അതുകൊണ്ടാണല്ലോ ചൂണ്ടയിൽ വന്ന് കൊത്തുന്നത്. അപ്പോഴാണല്ലോ ആ ചൂണ്ടയുടെ അറ്റത്തുള്ള കൊളുത്ത് അതിൻ്റെ കഴുത്തിൽ കുരുങ്ങുന്നത്. അങ്ങനെ മീൻ സ്വാദിനടിമയായി, നാക്ക് എന്നുള്ള ഇന്ദ്രിയത്തിനടിമയായി നാശത്തിലേക്ക് പോകുന്നു. രസം കഴിഞ്ഞു. ഗന്ധം, മണം. അതിനുദാഹരണം വണ്ട് അല്ലെങ്കിൽ തേനീച്ച. പൂവിൻ്റെ ഗന്ധത്താൽ ആകർഷിക്കപ്പെട്ടാണ് അതിൽ വന്ന് ഇരിക്കുന്നതും. അപ്പോഴാണ് അത് പലപ്പോഴും ആ ചെടിയുടെ തന്നെ ഇരയാവുകയോ അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ ഇരയാവുകയോ ചെയ്യുന്നത്. ഈ രസം തേൻ കുടിച്ച് അങ്ങനെ മതിച്ചിരിക്കുമ്പോൾ ചുറ്റും ഇതിനെ ആക്രമിക്കാൻ എത്തുന്ന മറ്റ് ജീവികളെ ഇത് മറന്നുപോകുന്നു. ഇതിൻ്റെ ശ്രദ്ധ മുഴുവൻ ആ തേനിൻ്റെ രസം ആസ്വദിക്കുന്നതിലാണ്. അങ്ങനെ മറ്റ് ജീവികൾക്ക് ഇരയായിത്തീരുന്നു വണ്ട്. ഇങ്ങനെ 5 ജീവികൾ 5 ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ട്, ഓരോന്നും ഓരോന്നിനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. അവ നശിച്ചു പോകുന്നു. ഇവയിൽ സാക്ഷിയെ കണ്ട്, ഇവയുടെ ഉദാഹരണങ്ങളെ ഒരാൾ വേണ്ട പോലെ കണ്ട് മനസ്സിലാക്കിയാൽ ആർ തുറവാതാർ, ആര് സന്യസിക്കില്ല, ആര് നിസ്സംഗനാവില്ല. വേണ്ടവണ്ണം കാണുന്നില്ല, വിശകലനം ചെയ്യുന്നില്ല, ബുദ്ധിയെ പ്രയോഗിക്കുന്നില്ല, വിവേകത്തെ അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് സംഘികളായി, വിഷയലോലുപന്മാരായി മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഇതിൻ്റെ മലയാളം വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. മൂർച്ചയിലുള്ള വാളിൻ്റെ വായിൽ, വായെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മൂർച്ചയുള്ള ഭാഗം എന്ന് തന്നെയാണ്. നെയ്യ് പുരണ്ടിരുന്നാൽ പട്ടി തനിക്ക് വരാവുന്ന ആപത്തിനെ ഓർക്കാതെ നെയ്യിലുള്ള കൊതിയാൽ ആ വാൾത്തല നക്കുന്നു. വിഷം കലർന്നിരുന്നാലും പായസത്തെ ഭക്ഷണക്കൊതിയൻ ഭക്ഷിക്കാൻ ഒരുങ്ങുന്നു. അതുപോലെ പലവിധ ആപത്തുകൾക്കും നിദാനമെന്ന് അറിഞ്ഞാൽ കൂടിയും സ്ത്രീ സംഘം മനുഷ്യർ വെറുക്കുന്നില്ല. പുരുഷ സംഘം എന്നും കൂടെ നമുക്ക് ചേർക്കാം. അവിടെ പരസ്പരാകർഷണം അത് വേണ്ടാന്ന് വെക്കാൻ മനുഷ്യന് തോന്നുന്നില്ല. കാനൽ ജലം പോലെ മിഥ്യയായി ഒടുവിൽ അനുഭവത്തിനിടയാക്കുന്ന ഈ സ്ത്രീ സംഘ ജീവിതം പഞ്ചവിഷയങ്ങളാലാണ് ആകർഷകമാകുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ 5നും ഒരേ സമയത്ത് അടിമയാണ് ഓരോ ജീവനും. ഓരോ ഇന്ദ്രിയത്താലും നാശം ഏർപ്പെടുന്നതാണ്. ചകോരം പക്ഷി, അശുണം എന്നുള്ളതിന് ചകോരം എന്നാണ്, ഉപ്പൻ എന്നാണ്. പക്ഷെ അതല്ല, വേറെ ഏതോ ഒരു സാങ്കല്പിക പക്ഷി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചകോര പക്ഷി ശബ്ദം, ആന, ശലഭം, മീൻ, വണ്ട്, ഇവ ഓരോന്നും ചകോര പക്ഷി ശബ്ദത്താലും, ആന സ്പർശത്താലും, ശലഭം രൂപത്താലും, മീൻ രസത്താലും, വണ്ട് ഗന്ധത്താലുമാണ് നശിക്കുന്നത്. എന്നാൽ മേൽപ്പറഞ്ഞ 5 വിഷയങ്ങളും ഒത്തു കളിയാടി മനുഷ്യനെ ആകർഷിച്ച് നശിപ്പിക്കുകയാണ് വനിത ചെയ്യുന്നത്. സ്ത്രീകളെ കുറ്റം പറയുന്നു, ഒരിക്കലും വിചാരിക്കരുത്. എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ സ്ത്രീകളെയാണ് കുറ്റവാളികളാക്കുന്നത്. പുരുഷന്മാർ എഴുതിയത് കൊണ്ടാണോ? അതല്ല. കാരണം പുരുഷന് സ്ത്രീയിലുള്ള സ്വാധീനത്തെക്കാളും എത്രയോ ശക്തമാണ് സ്ത്രീക്ക് പുരുഷനിലുള്ള സ്വാധീനത്തെക്കാളും എത്രയോ ശക്തമാണ് പുരുഷന് സ്ത്രീയിലുള്ള സ്വാധീനം. അതുകൊണ്ട് അവരെ ലാക്കാക്കിയാണ് ഈ ശാസ്ത്രങ്ങൾ സംസാരിക്കുന്നത്. സ്ത്രീകളോടുള്ള സംഘം പുരുഷന്മാരോടുള്ള സംഘത്തെക്കാളും എത്രയോ മടങ്ങ് ശക്തമാണ്. അതുകൊണ്ട് കരുതലോടുകൂടിയിരിക്കണം പുരുഷന്മാർ എന്ന് പറയാൻ വേണ്ടിയാണ്. ആകർഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അത് ഒരു പരിധിവരെ തുല്യവുമാണ്. അങ്ങനെയൊക്കെ ആയിരുന്നാലും സ്ത്രീ സംഘം മനുഷ്യ മനസ്സിനെ വല്ലാതെ ബാധിക്കും, അതിൻ്റെ സ്വസ്ഥത നശിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പ്രത്യേകം ഇങ്ങനെ എടുത്തു പറയുന്നത്. എന്നാൽ മേൽപ്പറഞ്ഞ 5 വിഷയങ്ങളും ഒത്തു കളിയാടി മനുഷ്യനെ ആകർഷിച്ച് നശിപ്പിക്കുകയാണ് വനിത ചെയ്യുന്നത്. അവിടെ സ്ത്രീകൾ ഒരിക്കലും കുറ്റവാളികളല്ല. പുരുഷന്റെ മനസ്സാണ് അവിടെ പ്രതിക്കൂട്ടിൽ കയറ്റപ്പെടേണ്ടത്. പുരുഷന്റെ മനസ്സ്, അതുപോലെ സ്ത്രീയുടെ മനസ്സാണ് കുറ്റക്കാരൻ. പുറമേ ഉള്ള ഒന്നിനെയും കുറ്റം പറയരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആരുടെ നേരെയും വിരൽ ചൂണ്ടരുത്. അവരാണ് കുഴപ്പം, ഇവനാണ് കുഴപ്പം, മറ്റവനാണ് കുഴപ്പം. ആരുടെ കുഴപ്പമില്ല, തന്നിലാണ് കുഴപ്പം, തൻ്റെ മനസ്സിലാണ് കുഴപ്പം. അവിവേകമാണ് ഏറ്റവും വലിയ കുഴപ്പം, അജ്ഞാനം. ഇത്ര കഠോരമാണ് സ്ത്രീ എന്ന് കണ്ട് സജ്ജനങ്ങളിൽ ആരാണ് സ്ത്രീ സംഘം വിട്ട് തുറവ് ഏറ്റുകൊള്ളാത്തത്? ആരാണ് സന്യസിക്കാത്തത്? കാര്യങ്ങൾ വേണ്ടവണ്ണം വിശകലനം ചെയ്താൽ ആർക്കും നിസ്സംഗനായി ജീവിക്കാം.
ആർക്കും സന്യാസം സ്വീകരിക്കാം, നടപ്പിലാക്കാം, സത്യത്തെ സാക്ഷാത്കരിക്കാം എന്നാണ് ഈ പദ്യത്തിൽ പറയുന്നത്. ഇനിയുള്ള പദ്യം നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.